Hello, friends. Welcome back to one more episode of the Unfriendly Company. Today, we are going for war. We are setting out to an uncharted territory. നമ്മൾ ആർക്കും പരിചയമില്ലാത്തൊരു ഒരു ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഉടനെ തന്നെ മനസ്സിലാവും. പക്ഷെ ഇത് പലപ്പോഴും പൊളിറ്റിക്കലും ഐഡിയോളജിക്കലും അങ്ങനെയുള്ള രീതികളിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു തുടക്കം സംഭവിക്കാറ്. ചിലർ പറയും ഇത് എന്താണ് അതിർത്തി തർക്കമാണ്, ചിലർ പറയും ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ ട്രേഡ് അഡ്വാൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും. പിന്നെ ചിലർ പറയും മതപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന്. ഇതിനെല്ലാം ചെന്ന് അവസാനിക്കുന്നത് യുദ്ധത്തിലാണ്. അതെ, ഇന്ന് നമ്മൾ യുദ്ധത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ എനിക്കിതിനെ കുറിച്ച് വേറൊരു വ്യൂ ആണ് ഉള്ളത്. അത് ഞാൻ ഇതിൽ വരുന്ന വഴിക്ക് തന്നെ പറയാം. പക്ഷെ ഇവിടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള ഒരു യുദ്ധം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ളതാണ്. അപ്പുറത്തെ സൈഡിൽ ഗാസ സ്ട്രിപ്പിന്റെ പിന്നെ പണ്ടേ കരിഞ്ഞും പുകഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് അടുത്തൊന്നും വെള്ളം ഒഴിച്ചാലും തീരൂല, കെമിക്കൽ ഒഴിച്ചാലും തീരൂല. അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെ. അതൊക്കെ ഒരു ഇതിനു വേണ്ടി നടക്കും, അത് നടന്നുകൊണ്ടിരിക്കും. അത് ഉപയോഗിക്കേണ്ടവർ ചിലർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുമുണ്ട്. ഏത് ഈ യുദ്ധത്തിന്റെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ. അത് നമ്മൾ ഈ പച്ച മലയാളത്തിൽ പറയുമല്ലോ, ഓണത്തിന്റെ ഇടയിൽ കുട്ടു വെച്ചോടം. അതാണ് പലരും ചെയ്യുന്ന സംഭവം ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ട് ഇന്നൊന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇനി നമ്മുടെ ഇടയിൽ ഇതൊരു യുദ്ധം ആയി കഴിഞ്ഞാൽ പേടിക്കണ്ട, നമ്മളെല്ലാവരും വേറെ വേറെ കോണ്ടിനെന്റില്ല, അതുകൊണ്ട് നമ്മൾ വേറെ രീതിയിൽ അത് ഡീൽ ചെയ്തു. അപ്പൊ എല്ലാവരും, ഞാൻ അങ്ങോട്ട് ഫ്ലോർ ഓപ്പൺ ചെയ്യാണ്. ആർക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? എടാ ശ്രീ, നീ പറഞ്ഞ പോയിന്റ് യുദ്ധം എന്തിനാണ് നല്ലതെന്ന് നീ പറഞ്ഞ ആ പോയിന്റ് എനിക്ക് മനസ്സിലായിട്ടില്ല. വാട്ട് ഡു യു മീൻ ബൈ യുദ്ധം പിന്നെ യുദ്ധം ഉള്ളതുകൊണ്ടല്ലേ എക്കണോമിക് അഡ്വാൻറ്റേജ് ഇതെല്ലാം വരുന്നത്. ആൾക്കാർ ഇതിനു വേണ്ടിയിട്ടാണ് എങ്ങനെ അത് അടികൂടുന്നതെന്നുണ്ടെങ്കിലും എക്കണോമിക് എങ്ങനെയാണ് നീ പറഞ്ഞ? എന്താ എക്കണോമിക് എങ്ങനെയാണ് ബെനിഫിറ്റ് വരുന്നത്? ഒരുപാട് പല നാശനഷ്ടങ്ങളും രീതിയിലുള്ള ഉണ്ടായിട്ടില്ലേ? ഡെവലപ്മെന്റ് വന്നിട്ടുള്ളത് തന്നെ ഈ യുദ്ധത്തിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടികൂടിയിട്ടാണ്. ആ വേൾഡ് വാർ ആ ടൈമിലൊക്കെ ഈ പ്ലെയിൻ എന്ന് പറയുന്ന സാധനം തന്നെ ആദ്യ ആൾക്കാർ ഒരു ഹരത്തിന് വേണ്ടിയിട്ടും അത് കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിലൊക്കെ. പക്ഷെ അതിന്റെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇത് എല്ലാം വന്നിരിക്കുന്നത് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. എന്തിനാ ഭക്ഷണ സാധനങ്ങൾ പ്രിസർവ് ചെയ്യുന്ന കോൺസെപ്റ്റ് തന്നെ വന്നിരിക്കുന്ന യുദ്ധമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പൊ എത്ര മനസ്സിലായി. റിലീഫ് വർക്ക് നടക്കുന്നുണ്ട്, എന്തെല്ലാം രീതിയിലുള്ള ടെക്നോളജികൾ. എന്തിനാ അങ്ങ് സ്പേസിൽ പോയി നമ്മള് അവിടെ ഒരു ടെറിട്ടറി വരെ ആൾക്കാർ ആക്കാൻ തുടങ്ങി കഴിഞ്ഞു. എടാ മൂണിന്റെ ഒരു യുദ്ധ കഷ്ണം എനിക്ക് വേണം, മൂണിന്റെ മറ്റേ കഷ്ണം എനിക്ക് എനിക്ക് വേണം. ചോദിക്കാനുള്ള എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, നീ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ ഈ പ്രയോജനവും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും എന്തത്തിനാ? അത് നീ എന്റെ അടുത്ത തലമുറയ്ക്ക് യൂസ്ഫുൾ ആയിക്കോളും, കുഴപ്പമില്ല. അടുത്ത തലമുറയെ കുറിച്ച് നീ ആരറിയുന്നു? നീ ഉണ്ടെങ്കിലല്ലേ തലമുറ ഉള്ളൂ. ഞാൻ കണ്ടുപിടിച്ച് ഞാൻ കുറച്ച് അനുഭവിച്ചു എന്ന് ഞാനും കരുതിക്കോളാം, അത്രേ പറ്റുള്ളൂ. അല്ല ശ്രീ പറഞ്ഞത് നല്ലൊരു പോയിന്റ് ആണ്. ബിക്കോസ് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇപ്പൊ നമ്മൾ പറയുന്ന GPS ആണെങ്കിലും ഇപ്പൊ പറഞ്ഞ ഫുഡ് പ്രിസർവേഷന്റെ കാര്യം, അതെല്ലാം ഡിഫൻസിലാണ് ആദ്യം വരുന്നത്. ബിക്കോസ് അവിടെയാണ് ഏറ്റവും കൂടുതൽ എനി കൺട്രി യു ടേക്ക് ദ ബഡ്ജറ്റ് എല്ലാം കൂടുതലും ഡിഫൻസിന് സ്പെൻഡ് ചെയ്യുന്നത്. അഡ്വാൻസ്മെന്റ്സ് R&D ഒക്കെ നടക്കുന്നതെല്ലാം ഡിഫൻസിൽ. ദെൻ ലേറ്റർ ഓൺ അതൊരു കമേഴ്ഷ്യൽ വയബിലിറ്റി വരുമ്പോഴായിരിക്കും ഈ GPS ഒക്കെ പിന്നെ നമുക്ക് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതൊരു പോയിന്റ്, ഐ അഗ്രി. ബട്ട് സ്റ്റിൽ പക്ഷെ ആ പോയിന്റിന് വലിയ വാലിഡിറ്റി ഇല്ല. കാരണം ആ പോയിന്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡിഫൻസിനെ ഇപ്പോഴത്തെ ഈ സപ്പോർട്ട് വാറിൽ ചെയ്യാനുള്ള തന്നെ കാര്യങ്ങൾ മാത്രമേ അവിടെ ഡെവലപ്പ് ആയിട്ടുള്ളൂ. ബട്ട് നമ്മൾ see, ultimately war അല്ലാതെ yeah, നോക്കുകയാണെങ്കിൽ അതിന്റെ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ അല്ലാതെ ഇന്നോവേഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാർ ഉള്ളത് കൊണ്ട് ഇന്നോവേഷൻ ഹാപ്പൻ ചെയ്യുന്ന പറയുന്നത് ഒട്ടും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അല്ല, ഇന്നോവേഷൻ ഹാപ്പൻ ചെയ്യുന്നു എന്നല്ല ഈ പറഞ്ഞത്. കേരള- പക്ഷെ ഒരു ആക്സലറേഷൻ ആണത്, ഈ- ഒരു അത് ആ catalyst ആണ്. സമയത്ത് ഈ വില്ലേജിലുള്ള ആൾക്കാര് ഇന്നോവേഷൻ ചെയ്യുന്നത് യുദ്ധത്തിന് വേണ്ടിയാണോ? അല്ല. ലൈക്ക് ഇന്നോവേഷൻ ഹാപ്പൻസ് ബിക്കോസ് ഓഫ് മദർ ഓഫ് ഓൾ നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഓൾ ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ ആവശ്യങ്ങൾക്ക് ഇൻവെൻഷൻ നടക്കുന്നു. അത് ആവശ്യം ഏറ്റവും കൂടുതൽ വരുന്ന എപ്പോഴാണ്? ഒരാൾക്ക് അതെ, എന്താ അത് പറയാ, ഒരു ഇവൻ സർവൈവൽ ഇത് കേറുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ നെസസിറ്റി വരുന്നത്. അത് ആ പോയിന്റിന് ഞാൻ അഗ്രി ചെയ്യുന്നു. ശ്രീന്റെ ആ പോയിന്റിനെ പാർഷ്യലി അഗ്രി ചെയ്യുന്നു. വൈ? ബിക്കോസ് ഒരു ഒരു പ്രശ്നം വരുമ്പോഴായിരിക്കും നമ്മൾ
നമ്മുടെ ആ ഇന്നോവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ കൂടുതൽ ആക്സലറേഷൻ വരുന്നത് ആ ത്രെട്ട് വരുമ്പോഴേ ഉള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയണേ, ഇപ്പൊ എല്ലാവരും പറഞ്ഞ ഇസ്രായേൽ വലിയ ടോപ്പിക്കായിട്ട് വരുന്ന ഒരു വിഷയമാണ്. വൈ ഇസ് ഇസ്രായേൽ നോൺ ആസ് ദ സ്റ്റാർട്ടപ്പ് നേഷൻ? അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഡിഫൻസിൽ അവർ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ചെയ്യുന്നു? നമ്മുടെ കേരളത്തിന്റെ പോലെ ഒരു സൈസേ ഉള്ളൂ. ബട്ട് കേരളത്തിൽ ഇരിക്കുന്ന ഒരാൾ ചിന്തിക്കുന്ന രീതിയല്ല ഇസ്രായേലിലുള്ള ഒരാൾ ചിന്തിക്കുന്നത്. ദേ ആർ ഓൾവേസ് തിങ്കിങ് അബൌട്ട് ഓക്കെ, ഇന്ന റോക്കറ്റ് വരുമ്പോൾ ഇത് എങ്ങനെ അടിച്ചിടാൻ പറ്റും, വാട്ട് ആർ ദ വേസ്. സോ ആദ്യം അവർ മറ്റേ ഡേവിഡ് സ്ലിംഗ് ഇടുന്നു, പിന്നെ അയൺ ഡോം ഇടുന്നു, പിന്നെ അവർ നോക്കുന്ന ഹൗ ക്യാൻ ദി ബ്രിങ് ദ കോസ്റ്റ് ഡൗൺ. അപ്പോൾ ഇപ്പം അവർ നോക്കുന്ന, അവരിപ്പം ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ലേസർ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ മൂവീസിൽ കണ്ടതുപോലെ. അപ്പം ആ പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഇതേ ഇന്നോവേറ്റീവ് മൈൻഡ് ഉള്ള ഒരാൾ, കേരളത്തിൽ ഇരിക്കുന്ന ആൾ അങ്ങനെ ചിന്തിക്കത്തില്ല. ഹി വിൽ നോട്ട് ബി ലൈക്ക് പുഷ്ഡ് ടു ഡു ഇന്നോവേഷൻ. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഐ പാർഷ്യലി അഗ്രി വിത്ത് ശ്രീ ഓൺ ദിസ്, ദാറ്റ് ഈ വാർ എന്നൊരു സംഭവം ഇറ്റ് ഇസ് ലൈക്ക് എ ബിസിനസ്. ഇറ്റ് ക്യാൻ പുഷ് യു ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇതെങ്ങനെ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ചിന്തിക്കുന്ന രീതി മാറും. ഇപ്പൊ അവിടെ തന്നെ ഐ ടോട്ടലി അഗ്രി. നമ്മുടെ ഡ്രോൺ ടെക്നോളജി ഇപ്പം ഉക്രൈനും റഷ്യയുടെ ഇതില് അതില് ഒരു സൈഡില് റഷ്യ തന്നെ ജയിക്കാൻ പോണം, അത് വേറെ കാര്യം ഇവിടെ. എന്നാലും ഉക്രൈനിന്റെ ജയിച്ചിട്ട് കാര്യമില്ലടാ. പിന്നെ 2 ആഴ്ച 4 ആഴ്ച കൊണ്ട് അടിച്ചു തീർക്കാനുള്ള സംഭവം 4 വർഷം. ഒരു സൈഡ് തൂക്കാൻ തുടങ്ങിയാൽ പോലും റഷ്യ പിന്നെയല്ലേ റഷ്യൻസിന് പോലും ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ അടുത്തുള്ള ഉക്രൈനിയൻ കൊറിയൻസിനെ വാടകയ്ക്ക് എടുക്കുന്നു. അവരുടെ ഗതികേട് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാർ നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ അടുത്തുള്ള ബംഗ്ലാദേശും ശ്രീലങ്കയിലുള്ള ആളുകളും കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുമാത്രം നാണക്കേടാണ്. ഇതുപോലെ ഇത്ര ഒരു വേൾഡിലെ സെക്കൻഡ് പവർഫുൾ നേഷനാണ്. അവർക്ക് പോലും ഒരു 4 വർഷമായിട്ട് ഒരു ചെറിയൊരു ഉക്രൈനെ അടിച്ചിടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അടിച്ചിടാൻ അങ്ങനെ പറ്റുമോ? ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞ മറ്റുള്ളവന്റെ പറമ്പിൽ പോയിട്ട് കുറ്റി അടിക്കുന്ന പോലെയാണ് ഇതിന്റെ കാര്യം. അങ്ങനെയൊന്നല്ല, ആളുകൾക്ക് റെഡിയല്ല ടു ഗിവ് അപ്പ്. ഞാൻ ഇതിനകത്തൊരു തമാശ എന്ന് പറയട്ടെ. ലൈക്ക് നമ്മള് ഒരു റഷ്യ യുക്രൈൻ വാറിന് മുമ്പൊക്കെ കുറെ മൂവീസ് കാണുമ്പോൾ സൂപ്പർ സോൾജേഴ്സ്, ആ മാങ്ങാത്തോലി ഈ മാങ്ങാത്തോലി അത് ഇത്, ഞാൻ വിചാരിച്ചു ഒരു യുദ്ധം വന്നാല് ഒരു രാജ്യത്തിനെ അടിച്ചു തീർക്കാനുള്ള എല്ലാം ഉണ്ടെന്ന്. യുക്രൈൻ റഷ്യ വാർ ഹാസ് പ്രൂവ്ഡ് ദിസ് ഇസ് ഓൾ ടോക്ക്. ഒരു രാജ്യത്തിനും ഒരു മാങ്ങാന്തട്ടേ ഇല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൈ പോയിന്റ് ഈസ് ഒരാളുടെ ഈഗോയാ ഇത്. ഒരാളുടെ ടോട്ടലി അഗ്രി. അത് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് പുട്ടിന്റെ ഒറ്റ ആളുടെ ഒരു ഈഗോ കൊണ്ടാണ്. His whole ego is pushing people to this war. പുട്ടിന്റെയാണോ സെലൻസ്കിയുടെയാണോ? പുട്ടിന്റെയാണോ സെലൻസ്കിയുടെയാണോ? സെലൻസ്കി ഞാൻ പറയാം. ഇപ്പം ഉക്രൈൻ ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് നേഷൻ. നിങ്ങൾ അത് അഗ്രി ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് എ ഡെമോക്രാറ്റിക്കലി elected body, a country, right? So Zelensky is the president elected by the people. Now avരുടെ choice ആണ് whether they want to join NATO or they don't want to join NATO. It's their choice. ഇപ്പൊ നമുക്ക് ഇന്ത്യ, പക്ഷേ വിനോദ് അതിനു മുമ്പ് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ ഹിസ്റ്ററി എല്ലാം പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ, നമ്മൾ ചരിത്രം എടുക്കാൻ പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ പോലെ പല പ്രശ്നങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ചരിത്രം പൊക്കിക്കൊണ്ട് വന്നിട്ടാണ് എല്ലാം അടിയാണ്. ഹിസ്റ്ററിയിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു that they will never expand. Not Russia, Soviet Union. Yeah, Soviet Union is what now റഷ്യ അതിന്റെ ഒരു പാർട്ടായിരുന്നു. ഗവൺമെന്റ് is different. Soviet Union and Russia is different. ഗവൺമെന്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നിട്ട് why the US is doing like this? Why the US is doing like this? What was the agreement again? ഈ NATO എക്സ്പാൻഷൻ ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് അമേരിക്ക ബ്രീച്ച് ചെയ്തു. അത് ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് ദ യുക്രൈൻ. ബ്രീച്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്ത് കണ്ണിങ് ആയിട്ടാണ് ചെയ്തതെന്നറിയാം. പതുക്കെ അതായത് ഈ എന്താ പറയാ, നമ്മുടെ ഈ വാറും ഈ ടെറിട്ടോറിയൽ ഇൻസേർഷൻസ് ഒക്കെ നടക്കുമ്പോ അതില് ഈ സീസ് ഫയർ വിളിക്കുമ്പോ എന്താ പറ്റാ അറിയാം, ആരെവിടത്തോളം കേറി വന്നിരുന്നോ അവിടെ ഇരുന്നുള്ള, അതാണ് പുതിയ അതിർത്തി. അതുപോലെയാണ് ഇവന്മാര് കേറി, ഇന്ന് നീ വേണമെങ്കിൽ നമ്മുടെ കൂടെ കയറിക്കാം, നമുക്ക് നീന്ത ഇക്കണോമിക് സാങ്ഷൻസും അത് ഇതെല്ലാം നമ്മൾ നോക്കിക്കൊള്ളാനായിട്ട് ഓരോ രാജ്യത്തിലും കയറ്റി വന്നതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. നാറ്റോയുടെ എക്സ്പാൻഷന് 2-3 രാജ്യം കൂടി ഇതിനോട് ചേർന്നെന്ന് പറഞ്ഞ ആർക്ക് കഴപ്പെന്താ? അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് പോലും അടിയുണ്ടാക്കാൻ വരുന്നില്ലല്ലോ. അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ നേറ്റോയുടെ
തുടക്കം തന്നെ USSRനെതിരെ ഉള്ള ഒരു സ്റ്റാൻഡ് എന്നുള്ള രീതിയിലാണ് അത് പണ്ട് Exactly. തുടങ്ങിയത്. So what did USSR stand for? What did it stand for? യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അല്ല അത് ഓക്കെ ഫൈൻ, പക്ഷെ അവരുടെ ഐഡിയോളജി എന്തുവായിരുന്നു? വാട്ട് ഇസ് ദർ ഐഡിയോളജി? എന്തായാലും യുദ്ധം ചെയ്യാന്നുള്ളതാണ്. It was to spread communism to take down all democratic nations. അവരുടെ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാന്നുള്ള ഒറ്റൊരു ഇതാണ് വന്നത്. അപ്പൊ അതിനെതിരായിട്ട് യൂറോപ്യൻ കൺട്രീസ് ദേ സോ ഇറ്റ് ആസ് എ ത്രെറ്റ്. അവരൊരു ജോയിൻ ചെയ്ത ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇപ്പൊ ഇന്ത്യക്ക് പോലും നമ്മുടെ നോൺ നേറ്റോ മെമ്പർഷിപ്പിന് ഓൾറെഡി ഇൻവിറ്റേഷൻ ഉണ്ട്. ഇന്ത്യ ജോയിൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് സൈഡ്സ്. മനസ്സിലായില്ലേ? പക്ഷെ വി ഹാവ് ദാറ്റ് ഇൻവിറ്റേഷൻ. നാളെ നമ്മൾ ആ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്താൽ ഇറ്റ് ഇസ് അവർ കൺട്രീസ് ചോയ്സ് വെദർ വി വാണ്ട് ടു ജോയിൻ നേറ്റോ ഓർ നോട്ട്. മനസ്സിലായില്ലേ? നേറ്റോ ജോയിൻ ചെയ്യുന്നതിന് പകരം ഇന്ത്യ പോയി ബാക്കിയുള്ള എല്ലായിടത്തും പോയി ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കൊണ്ടുപോയി അത് വേറൊരു വിഷയം. അത് നമ്മൾ പോയി ചൈനയുടെ പ്രസിഡന്റ് പോയി കൈ കൊടുത്തിരിക്കുന്നത് അത് ഒരു സെൻസും ഇല്ല. അത് വേറൊരു വിഷയം. റഷ്യയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റഷ്യയുടെ എല്ലാ നെയ്ബറിംഗ് കൺട്രീസിലും ജോയിൻ നേറ്റോ ആൻഡ് യുക്രൈൻ വാസ് ദ ലാസ്റ്റ് വൺ. യുക്രൈൻ എന്ന് പറയുന്നത് റഷ്യയുടെ വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോർട്ട് ഉണ്ട് അവിടെ. അപ്പം യുക്രൈനും കൂടെ ഇഫ് നേറ്റോ എക്സ്പാൻഡഡ് ദേ ആർ ട്രാപ്ഡ്. അവിടെ ബ്ലാക്ക് സീ പോർട്ട്. മനസ്സിലായി? ഞാനൊരു എക്സാമ്പിൾ പറയാം തോംസൺ മനസ്സിലാക്കാൻ വേണ്ടി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ചൈന അറിയാലോ, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലാൻഡ് ലോക്ക്ഡ്. അറ്റ്ലീസ്റ്റ് യൂറോപ്യൻ സൈഡിൽ ഇറ്റ്സ് ലാൻഡ് ലോക്ക്ഡ്. ഓക്കെ, അതിനുള്ള ഈസിയസ്റ്റ് ആക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സൈഡിലുള്ള, അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ രാജ്യങ്ങളാണ്. ഓക്കെ, ഒന്നെങ്കിൽ അതിങ്ങനെ വളഞ്ഞു വരും. ഏത് നമ്മുടെ തായ്വാൻ, ടിബറ്റ്, മ്യാൻമാർ, അവിടെയൊക്കെ ഇത് കയറി ചൊറിയുന്നതിന്റെ റീസൺ അതാണ്. ഇന്ത്യയിൽ ആ 7 സിസ്റ്റേഴ്സിൽ അവർക്ക് കണ്ണുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് ഡയറക്റ്റ് ആക്സസ് ആണ്. ബേ ഓഫ് ബംഗാൾ ഇസ് ലൈക്ക് എന്താ പറയാ, നിന്റെ മറ്റേ ഇതിലേക്ക് സ്വർഗത്തിലെ കവാടം തുറക്കുന്ന പോലെയാണ് അവർക്ക്. ഏറ്റവും വലിയൊരു സീ ആക്സസ് ആണ് അവർക്ക് വരുന്നത്. ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത്. The world has developed so much. Why can't trade is no longer എന്തുവാ ആരുടെയും കുടുംബസ്വത്വം ഒന്നും അല്ലല്ല. You can, if you want, shipping companies get everywhere. നിന്നെ ഫുള്ളായിട്ട് വളഞ്ഞിട്ട് നിന്നെ ഇപ്പൊ ഫുള്ളായിട്ട് വളഞ്ഞിട്ട് നിന്റെ മൂവ്മെന്റ് they will decide what you can do. How will you feel? ആര് പറഞ്ഞു? അല്ലല്ല, ഫോൾസ് നെറേറ്റീവ് അല്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. യുക്രൈൻ വാസ് ദ ലാസ്റ്റ് നാറ്റോ എക്സ്പാൻഷൻ. നിനക്ക് ഇന്ത്യ പാകിസ്ഥാൻ എങ്ങനെയാണ് തളയ്ക്കുന്നതെന്ന് അറിയോ? നമ്മളുടെ ഒരു 1-2 ഷിപ്സ് എപ്പോഴും നമ്മുടെ അറേബ്യൻ സീയിലുണ്ടാവും. വെൻ ദർ ഇസ് എ വെരി ഈവൻ ഒരു മൈന്യൂട്ട് എസ്കലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ these boats come and place themselves against Karachi and Lahore. ഈ 1-2 ബോട്ട്സ് ഉള്ളത് അത് വന്ന് കറാച്ചി പോർട്ടും പിന്നെ ലാഹോറിലേക്ക് മിസൈൽസ് ലോഞ്ച് അവരുടെ ഗ്വാദർ പോർട്ടാണ് ചൈന ഡെവലപ്പ് ചെയ്യുന്നതാണ്. സർഫസ് ടു എയർ മിസൈൽസും മറ്റേ സർഫസ് ടു എന്താണ് SSBM അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ബാലിസ്റ്റിക് മിസൈൽസ് കുറെ ഉണ്ടല്ലോ. അതേതെങ്കിലും ഒന്ന് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഫ്ലഷ്ഡ് വാറിലേക്കുള്ള ഒരു എസ്കലേഷനും അപ്പൊ തന്നെ ഒരു ഡോമിനൻസിയും കിട്ടി. അപ്പൊ ഈ സീ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീ റൂട്ട് എന്ന് പറയുന്നത് ഒരു 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 മിലിറ്ററി സുപ്രീമസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ അതേ റീസൺ ആണ് ഇപ്പൊ നേരത്തെ അരുൺ പറഞ്ഞ കാര്യം, അതായത് ആ അവരുടെ ആക്സസ് പോർട്ട്. പണ്ട് യുക്രൈൻ എന്ന് പറയുന്നത് USSRലെ ഒരു വലിയൊരു ഘടകമായിരുന്നു. ഇത് ഞാൻ ഒരു കാര്യം പറ്റി ഇന്ത്യൻസ് അല്ലേ പൊതുവെ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യുക്രൈൻ നാറ്റോയിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിച്ചാണ്? ഇപ്പോ എന്തിനാണ് ജോയിൻ ചെയ്യണം ഇത്ര വാശി പിടിക്കുന്നത്? ദേ ആർ നോട്ട് ഇൻ ദ നാറ്റോ, വാട്ട് വിൽ ഹാപ്പൻ? അവർക്ക് റഷ്യയെ പേടി ആയതുകൊണ്ടാണോ അവര് അറ്റാക്ക് ചെയ്യാൻ വന്നോ? ഇല്ലല്ലോ, റഷ്യ അറ്റാക്ക് ചെയ്യാൻ റഷ്യ അറ്റാക്ക് ചെയ്തല്ലോ. ഇറ്റ് ഈസ് പ്രൂവ്ഡ് ദ പോയിന്റ്. റഷ്യ അറ്റാക്ക് ചെയ്തതിന്റെ കാരണം നാറ്റോ എക്സ്പാൻഷൻ. That was the only reason they started this war. You're missing the main point. They kind of proved the point. Like Russia had a leader. This is where there are a few countries in the world who has got crazy leaders. Exactly, yeah. One of them is Russia. ആ രാജ്യത്തെ ബാക്കിയുള്ള ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും പേടിയുണ്ട്.
എടാ ആ പോയിന്റ് അല്ലേ പറഞ്ഞത്, വെൻ യു ആർ ഫുള്ളി എൻസർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? ഇന്ത്യ ആണെങ്കിൽ വാട്ട് വിൽ വി ഡു ഇഫ് സംബഡി Sir, ഈസ് എടാ you're ഞാൻ joining with allies. You're joining with your allies to protect yourself. That is the whole point of NATO, right? അവിടെ ഞാൻ Why ഒരു കാര്യം did പറയട്ടെ. അതാ ഞാൻ ചോദിക്കുന്നത്. അവിടെ ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ലല്ലോ. വൈ ദ നേറ്റോ വോണ്ട് ടു എക്സ്പാൻഡ് ടു യുക്രൈൻ റഷ്യ അറ്റാക്ക് ചെയ്യാൻ വന്നില്ലല്ലോ. No, Russia proved the point. Russia proved the point by attacking. എക്സാക്ട്ലി It was അറ്റാക്ക് like a ചെയ്തത് ticking ബിക്കോസ് time ഓഫ് bomb ready to come. അറ്റാക്ക് ബിക്കോസ് ഓഫ് നാറ്റോ ജോയിൻ ചെയ്തതാണല്ലോ അതാ അറ്റാക്കിന്റെ ജോയിൻ റീസൺ. ചെയ്തു. ഉക്രൈൻ ട്രിഗർ ജോയിൻ പോയിന്റ് ചെയ്ത വാസ് ഒരു ഓൺലി കൺട്രിയുടെ ദാറ്റ്. ചോയ്സ് അല്ലേ? ഇറ്റ് ഇസ് എ കൺട്രീസ് ചോയ്സ്. ഇപ്പൊ അത് നമ്മള് നാറ്റോ ജോയിൻ ചെയ്തുകൊണ്ട് റഷ്യയെ പോയി അവരെന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. റഷ്യക്ക് ഇതിനെ ഇത്രയും ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ കാര്യം എന്താ? ഇത് റഷ്യൻ പീപ്പിളുടെ പ്രശ്നമല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ലീഡർ പുടിന്റെ ഒറ്റ സൈക്കോട്ടിക് ഈഗോ ആണ് മാത്രമല്ല, ഇത്രയും പുഷ് ചെയ്യുന്നത്. ബിക്കോസ് ഹി ഈസ് ദി ഓൺലി ലീഡർ. ഹി ഈസ് ദി ഓൺലി ലീഡർ. എവിടെയാണ് അവിടെ പ്രോപ്പർ ഇലക്ഷൻ ഇല്ല. സെലൻസ്കിയെ All the നമ്മുടെ opposition leaders have been killed. ട്രംപ് അവിടെ ഇരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാണ് ഈ എടാ, വാർ മൊത്തം അവിടെ ഉണ്ടാക്കിയത്. അരുണെ ഇപ്പൊ അവിടെ ഇരിക്കട്ടെ. നീ പറ, റഷ്യയിൽ ഒരു ഓപ്പോസിഷൻ ലീഡറിന്റെ പേര് പറ. ഒരു ഓപ്പോസിഷൻ ലീഡറിന്റെ പേര് പറ. പുടിൻ. നീ അലക്സ് നവൽനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഓ, വേറെ സീനോ? പുള്ളിയുടെ പൊടി പോലും ഇല്ല. പല ലീഡേഴ്സിനെ അവർ കൊല്ലുവാണ്. ഹൂഎവർ റൈസസ് ഹിസ് വോയിസ് പുടിൻ അവരങ്ങ് കൊല്ലും. That is a different thing. No, that is not a different thing. അതൊരു അതോറിറ്റേറിയൻ psychotic റൂളിന്റെ behavior ആഫ്റ്റർ ആണ്. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തൽക്കാലം ഇതാക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ Just like പോയിന്റ് China. തോംസൺ, അതെ, തോംസന്റെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ വീട്ടിന്റെ മുറ്റം വരെ, അത് നിന്റെ ഗേറ്റ് വരെ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്താലും അവൻ റോഡിൽ നിന്ന് ചെയ്യാന്ന് പറയാം. പക്ഷെ അവൻ നിന്റെ മുറ്റത്ത് കയറിയെന്ന് എന്തെങ്കിലും പരിപാടി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് എന്താണത്? ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഇൻകർഷൻ ഇൻ ടു യുവർ ടെറിട്ടറി, റൈറ്റ്? അതുപോലൊരു ഇതാണ് ഈ നാറ്റോയുടെ ഇതെന്നും പറയുന്നത്. ഫിയർ മോങ്കറിങ്. അല്ല, ഫിയർ മോങ്കറിങ്. അങ്ങനെ See, വരും. അങ്ങനെ fear mongering ആണെന്നുണ്ടെങ്കിൽ എന്റെ വീടിന്റെ നാറ്റോ extend ചെയ്യേണ്ട ടെറിട്ടറി ആവശ്യമൊന്നുമില്ല. ഉണ്ട്. എന്റെ വീടിന്റെ ബൗണ്ടറി ഉണ്ട്. എന്റെ നെയ്ബറിനും ബൗണ്ടറി ഉണ്ട്. ഞാൻ പറയുക, ഇപ്പുറത്ത് നിൽക്കുന്ന നെയ്ബറുമായിട്ട് ഞാൻ കൂട്ടാകാൻ പോവാ, നിന്നോട് കൂട്ടില്ല. അതിന് ഇവൻ എന്തിനാ കഴപ്പ്? ഞാൻ അവനായാൽ ഇവന് അതെന്തര അവൻ എന്തിനാ എന്റെ മുറ്റത്ത് വന്ന് അവന്റെ സാഹസം കാണിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അപ്പൊ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് കോർ ഇഷ്യൂ നമ്മുടെ ഇന്ത്യൻസിന്റെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, വൈ വി ആർ സപ്പോർട്ടിങ് റഷ്യ ഇസ് ബിക്കോസ് നമ്മൾ ഇപ്പോഴും ആ നെഹ്റുവിൻ മൈൻഡ് സെറ്റിൽ സ്റ്റക്കായിരിക്കുകയാണ്. അതായത് അന്ന് നെഹ്റു പോയിട്ട് സ്റ്റാലിനായിട്ട് കൈ കൊടുത്ത് അവരായിട്ടൊരു കൈൻഡ് ഓഫ് അലയൻസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കോൾഡ് വാറിന്റെ ആ ടൈമിൽ വി വെന്റ് ആൻഡ് ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദ സോവിയറ്റ്സ്. അപ്പം അത് എന്തെന്ന് പറഞ്ഞാൽ, നെഹ്റു വാസ് മോർ ഓഫ് എ സോഷ്യലിസ്റ്റ് തിങ്കിങ് ഉള്ളതുകൊണ്ട് ഹി ഹാഡ് ദാറ്റ് ജോയിനിങ് വിത്ത് സോവിയറ്റ് യൂണിയൻ എന്നുള്ളത്. ആ കുറെ ജനറേഷൻസ് വി ഹാവ് ദിസ് തിങ്കിങ് ദാറ്റ് സോവിയറ്റ്സ് ഉണ്ട് എന്നുള്ള ആ ഒരു റഷ്യൻ നെഹ്റുവിൻ മൈൻഡ് സെറ്റ്, ആ റഷ്യൻ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ് ഇപ്പോഴും ഇന്ത്യൻസിന് മൈൻഡിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ എന്ന് തന്നെ, ഇപ്പം നമ്മൾ അന്നത്തെ സോവിയറ്റ് റഷ്യയും ഇപ്പോഴത്തെ റഷ്യന്റെ ഇന്നോവേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. Innovation is it's like declined so badly because the young minds, the best minds are leaving Russia. They are not staying back. അന്ന് സോവിയറ്റ്സ് ഇപ്പോൾ നമുക്ക് ഒന്ന് ചരിത്രം എടുത്ത് നോക്കുക, US ആയിട്ട് നെക്ക് ടു നെക്ക് ആയിരുന്നു ഇൻ എനിത്തിങ്, വെദർ ഇറ്റ് ഇസ് ദ സ്പേസ് റേസ്, ആംസ് റേസ്, ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസ്. ദേ വർ സോ അഡ്വാൻസ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ their mind was all there, all the brains were there. ഇപ്പൊ റഷ്യ എന്ന് പറഞ്ഞാൽ എല്ലാം ഓടിക്കളയാണ് ഇവിടെ. ഇപ്പൊ നോക്കിക്കൊണ്ട് ഒരു റഷ്യ പോലെ ഒരു ഇത്രയും വേൾഡിലെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ നേഷൻ ഈസ് റിലൈങ് ഓൺ ഇറാൻ ഫോർ ഡ്രോൺസ്, ഈസ് റിലൈങ് ഓൺ നോർത്ത് കൊറിയ ഫോർ soldiers to fight, and even they have missiles and rockets, whatever. ഈ പുട്ടിന്റെ റഷ്യക്ക് doesn't have the capability to fight. They are giving bonuses to fight a nation which is not even 1/10 of Russia. അത്രയും വളരെ മോശമായിട്ട് പോയ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻസിന്റെ ഇടയിൽ ഒരുപാട് പേര് ആ മൈൻഡ് സെറ്റ് ഇപ്പോഴും കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, പുടിൻ സ്ട്രോങ് മാൻ. ഇതിപ്പം ഞാൻ പറയാം, കുറച്ച് ദിവസം മുമ്പ് തന്നെ എൻ്റെ ഒരു ഗുജറാത്തി ഫ്രണ്ട് പറഞ്ഞത്, പുള്ളി പറഞ്ഞ ഹി ഡ്രീംസ് ഓഫ് ദ ഡേ വെൻ ഇന്ത്യ വിൽ ഹാവ് ഡിക്റ്റേറ്റേഴ്സ്. വി ഇന്ത്യൻസ് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് സ്ട്രോങ് മാൻ, പവർഫുൾ മാൻ ഹു വിൽ കൺട്രോൾ എവറിത്തിങ്. ഓക്കെ, അന്നേരം വിനോദ്, എനിക്ക് ഇതിൻ്റെ അകത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ചില രാജ്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ടേക്ക് ഹമാസും പലസ്തീനെ വാർ എടുക്കുക.
ഈ ഹമാസ് ഹാസ് എ കൾച്ചർ ഓഫ് ഇൻഡോക്ട്രിനേറ്റിംഗ് ഇറ്റ്സ് പീപ്പിൾ വിത്ത് അവിടുത്തെ ഐഡിയോളജി, അല്ലെങ്കിൽ ആ Yes. ഹേറ്റഡ് ബിൽഡ് ചെയ്യുന്ന ഒരു ഐഡിയോളജി ഉണ്ട് ഹമാസിന്. Correct. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ നടക്കുന്നുണ്ടോ റഷ്യയില് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. റഷ്യയില് ഇപ്പൊ നമ്മളിപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല, there are few countries in the world which seems to be at a polar extreme to compare to the rest of the world. For example, China, Russia, North Korea, Correct. some of this Hamas, Iran. ഈ എല്ലാ രാജ്യങ്ങളും നോക്കുവാണെങ്കിൽ there is some sort of indoctrination happening. There is some sort of building a kind of hatred for the rest of the world. അല്ലെങ്കിൽ എന്താണ് നടക്കുന്നു ഉണ്ട്. റഷ്യയിലും അങ്ങനെ ഉണ്ടായിക്കൂടെ? റഷ്യയിൽ അവിടെ ഇപ്പൊ ഹമാസിന്റെ നമ്മൾ പറയുന്നത് അതൊരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ലേടാ. ഇപ്പം റഷ്യയും ഉക്രൈൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ബോത്ത് ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ്. അവിടെ റിലീജിയസ് പ്രശ്നം വരുന്നില്ല. അവിടെ റിലീജിയസ് കാര്യമല്ലേ പറയുന്നത്. ഇപ്പം ചൈനയിൽ നടക്കുന്നത്, ചൈന ഹാസ് നത്തിങ് ടു വിത്ത് റിലീജിയൻ. പക്ഷെ ചൈനയിലും there is some sort of maybe it is communism. It have to be indoctrinated, but there could be that communism element. വിനോദ് പറഞ്ഞ പോയിന്റിലോട്ട് ഞാൻ തിരിച്ചു വരികയാണ്. അതായത് വിനോദ് പറഞ്ഞത് നമ്മുടെ ഒരു സോഫ്റ്റ് കോർണർ റഷ്യയുടെ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു. ബട്ട് അതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് സ്ട്രാറ്റജിക്കൽ ഡിസിഷനാണ് റഷ്യയുടേത്. ആ വാറിന് പോകുന്നത് ദാറ്റ് ഈസ് ദർ സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ, അല്ലാതെ വേറൊന്നും ഞാനത് കാണുന്നില്ല. അപ്പൊ ഈ സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ അവർ എടുത്തതിന്റെ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത്, America is playing another proxy game with Ukraine, and Ukraine is falling to that. That is geopolitics. That is the whole reason this war is happening. No, so ഞാൻ ഒരു കാര്യം ചോദിക്കാം. അപ്പം വിനോദ് ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം പാകിസ്ഥാനിൽ നിന്നുള്ള ടെററിസ്റ്റ് ഒന്ന് ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്ത്, അപ്പൊ ഇന്ത്യ എന്താ മിണ്ടായിരിക്കണോ? We should attack back. That is what Russia is doing. നമ്മളെ സ്ട്രാറ്റജിക്കലി ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാല് we will also fight back. അത് നമുക്ക് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻറ്റ് തോന്നിയേ നമ്മൾ ഫൈറ്റ് ചെയ്തുള്ളൂ. അത് വേറൊരു രാജ്യങ്ങൾക്കും അതൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല. സോ ദാറ്റ് ഈസ് മൈ പോയിന്റ്. മനസ്സിലായി. അല്ലാതെ നമുക്ക് അതുപോലെ വേറൊരു പോയിന്റ്, നമുക്ക് റഷ്യ ഹെൽപ്പ് ചെയ്തുകൊണ്ടെന്നുള്ള നമ്മൾ റഷ്യയുടെ പോയിന്റിൽ വൈ ദിസ് വാർ ഈസ് ഹാപ്പനിങ് എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യണം. അതിന്റെ ഫാക്ടേഴ്സ് തിങ്ക് ചെയ്യണം. അത് അവോയ്ഡ് ചെയ്യാമായിരുന്നോ ഇല്ലയോ എന്ന് നമ്മൾ തിങ്ക് ചെയ്യണം. പക്ഷെ ആ ഒരു ആസ്പെക്ടിലൊന്നും ആരും മൂവ് ചെയ്തിട്ടില്ല. എല്ലാവരും എവരിബഡി ഈസ് അറഗന്റ് അബൌട്ട് ഇറ്റ്. സെലൻസ്കി വോണ്ട് വാർ. സെലൻസ്കി ഫ്രം യുഎസ് ആൻഡ് ദേ ആർ ഗോയിങ് ഫോർ ദി വാർ. അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു ഞാൻ പറഞ്ഞത്. ഇത് പീസ്ഫുള്ളി നെഗോഷിയേറ്റ് കാര്യം. റഷ്യക്ക് എന്തോ വേണ്ടത്? റഷ്യ ഇൻവേഡ് ചെയ്തു. റഷ്യക്ക് എന്തോ വേണ്ടത്? റഷ്യ നാറ്റോയിൽ നിന്ന് മാറി നിൽക്കുക, അത്ര തന്നെ. ഈ നാറ്റോ എന്ന് പറയുന്ന സാധനം അവിടെ യൂറോപ്പിൽ നിൽക്കും എന്ന് പറഞ്ഞിരുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് അവര് ലൈൻ വരച്ചിരുന്നത്. There is an agreement somewhere in the history there. അവിടെ നിന്ന് ഓരോ കൺട്രീനെ ഇത് ചെയ്യായിരുന്നു. വിനോദ്, ഈ നാറ്റോ എന്നുള്ള കോൺസെപ്റ്റ് ഇറ്റ്സെൽഫ് ഈസ് റോങ്. ബിക്കോസ് നാറ്റോ എന്ന് പറയുന്നത് എന്തോ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് attacking other countries in the name of protecting themselves. No, it is not attacking other countries. It is an alliance to defend. NATO ആരെ അറ്റാക്ക് ചെയ്തു? Alliance to defend themselves. അപ്പൊ അതെന്ന് പറഞ്ഞാൽ it is a collection of countries who are looking for the defense of their country. That is it. Defense of their allies. അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഹെൽപ്പ് ചെയ്യാൻ. That is where പണ്ട് തുടങ്ങിയത് ഞാൻ പറഞ്ഞു വരട്ടെ. ഇപ്പൊ നേറ്റോ യൂറോപ്യൻ കൺട്രീസ് മാത്രം ഉള്ള ഒരു ഇതായിരുന്നു, മനസ്സിലല്ലേ? പക്ഷെ ഇപ്പൊ മ്യൂച്വൽ ഹെൽപ്പിംഗ് അല്ല, ഇറ്റ്സ് എ ഡിഫൻസ് അലയൻസ് ആണ്. അത് എക്സാക്ട്ലി, ഇറ്റ്സ് എ ഡിഫൻസ് അലയൻസ്. ദേ ആർ നോട്ട് പ്ലാനിംഗ് ടു അറ്റാക്ക്. ഇറ്റ് ഇസ് എ ഡിഫൻസ് അലയൻസ്. But it is also opening up to non-European nations are also invited. India already has an invitation. India join ചെയ്തിട്ടില്ല. നാളെ ഇന്ത്യ ജോയിൻ ചെയ്താൽ അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നത് ഇന്ത്യ ഷുഡ് ജോയിൻ നേറ്റോ. വൈ ഇസ് ബിക്കോസ് നേറ്റോയിൽ ജോയിൻ ചെയ്യുന്ന മിലിറ്ററിക്ക് ഓരോ പ്രത്യേക ടൈപ്പ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എക്യുപ്മെന്റ് ഇതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സോ ഇന്ത്യൻ മിലിറ്ററി, യു ടോക്ക് ടു എനി ഇന്ത്യൻ മിലിറ്ററി ഓഫീസർ, ദേ വിൽ സേ കമ്പയർ ഇന്ത്യൻ മിലിറ്ററി ഗിയർ, സിമ്പിൾ സോൾജറിന്റെ മിലിറ്ററി ഗിയറും
നേറ്റോന്റെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ദേ ആർ മച്ച് ഹയർ. ഇപ്പൊ Who ടർക്കി has ഈസ് പാർട്ട് to ഓഫ് നേറ്റോ. who has to ടർക്കി pay ഈസ് the പാർട്ട് ഓഫ് price? നേറ്റോ. ടർക്കിഷ് മിലിറ്ററിന്റെ സോൾജേഴ്സിന്റെ ഗിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മച്ച് മോർ സുപ്പീരിയർ ടു ദ ഇന്ത്യൻ മിലിറ്ററി. ഇറ്റ് ഇസ് എ ഫാക്ട്. ഇപ്പം നമ്മളിവിടെ വലിയ പേട്രിയോട്ടിസം പറഞ്ഞിട്ട് കാര്യമില്ല. റിയാലിറ്റി ഈസ് റിയാലിറ്റി. So why I support India joining NATO is purely, it's not about geopolitics. Purely it is because I believe that Indian military will have to upgrade itself to maintain certain quality. That will പിന്നെ only help അതിനൊക്കെ us. ആര് കൊടുക്കും? കാശ് കൊടുക്കും? ആരാ കൊടുക്കുക? പൈസസ് ഉണ്ട്, നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഡിഫൻസിന് തന്നെ വി ആർ സ്പെൻഡിങ് ലോട്ട് ഓഫ് മണി. ഇറ്റ് ഇസ് ഗുഡ്. ഇൻസാസ് റൈഫിൾ എന്തുകൊണ്ട് അത് ഫേസ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ് ടു ദ സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു, ജാമിങ്, ക്വാളിറ്റി ഡ്രോപ്പ് എല്ലാം ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് ഡിസൈഡഡ് ടു ഫേസ് ഔട്ട് ഇൻസാസ്. ഇപ്പൊ അത് ഗൺസ് ഒക്കെ ഒരുപാട് അപ്ഗ്രേഡ് ആയി വരുന്നുണ്ട്. ഇപ്പോഴത്തെ മിലിറ്ററിയിൽ നമ്മൾ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇൻസാസ് റൈഫിള് പിന്നെ AK-47 ഇതായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററി നോക്കിക്കഴിഞ്ഞാൽ you will see a lot of AK-47, but there is a lot of induction of Western weapons. ആ ഒരു ചേഞ്ച് ഇന്ത്യൻ മിലിറ്ററിയിൽ വരുന്നുണ്ട്. ആൻഡ് അനദർ പോയിന്റ് ഐ വോണ്ട് ടു സേ ഇസ് ദാറ്റ് റഷ്യൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആ പഴയ ആ ഷൈനൊക്കെ പോയി. ഇഫ് യു ടോക്ക് ടു ദീസ് the Indian pilots and all that, many people won't talk in public, that's one thing. But പലരും ഞാൻ സംസാരിച്ചവരെല്ലാം പറയുന്നത് സൂക്കോയ്സ് ഫ്ലൈ ചെയ്യുന്നതും വെസ്റ്റേൺ സിസ്റ്റംസ് ഫ്ലൈ ചെയ്യുന്നതും ഭയങ്കര ഡിഫറൻസ് ആണ്. സൂക്കോയ് മെനൂവറബിലിറ്റി എല്ലാം വളരെ മോശമാണ്. ഐ തിങ്ക് ദർ ആർ ഓൾസോ സം വീഡിയോസ് ഓൾസോ ഓഫ് സം പീപ്പിൾ ടോക്കിംഗ് അബൌട്ട്, ബട്ട് നോബഡി വാണ്ട്സ് ടു ടോക്ക് സോ മച്ച് ഡീപ്പ് ഇൻ ടു ഇറ്റ് ബിക്കോസ് അത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? വെസ്റ്റേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മച്ച് മോർ ഈസിയർ ടു. വൈ ഇന്ത്യ ഇസ് ഗോയിങ് ടു റഫേൽ? വൈ ഇന്ത്യ ഇസ് തിങ്കിങ് അബൌട്ട് ഓൾ ദ വെസ്റ്റേൺ സിസ്റ്റംസ്? ഈവൻ നമ്മുടെ റഷ്യൻ സിസ്റ്റംസ് ഇപ്പോൾ ഉള്ളത് പോലും എനിക്ക് ഐ ഹാവ് എൻ ഇസ്രായേലി പാർട്ട്ണർ who is changing all the avionics of the Russian system to Western system. Because ഈ റഷ്യൻ സിസ്റ്റംസ് അപ്ഗ്രേഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ബിക്കോസ് ഇന്നോവേഷൻ അവർ ഒരുപാട് ബാക്കിലായി. They are lagged behind a lot. പണ്ടത്തെ ബാങ്കിങ് ബാക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. ഫ്രണ്ട് എൻഡ് ഒന്നും പുതിയതൊന്നും വന്നിട്ടുണ്ടാവില്ല. അതെ അത് ഇത് പക്ഷെ പല ആളുകൾക്ക് അറിയത്തില്ല. പഴയ സോവിയറ്റ് യൂണിയന്റെ ഞാൻ പറഞ്ഞ ഈ മൈൻഡ് സെറ്റ്, ഇന്ത്യൻ മൈൻഡ് സെറ്റ് ഇപ്പോഴും നമ്മൾ അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. പക്ഷെ നമ്മൾ പക്ഷെ ഇന്ത്യ അത് സ്റ്റക്ക് എന്ന് പറയുന്നത് സോറി ടോംസ്, ഒറ്റൊരു കാരണമുണ്ട്. എനിക്ക് തോന്നുന്നത് വെപ്പണറി അല്ലെങ്കിൽ ഒരു മിലിറ്ററി അലയൻസ് എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, പല രീതിയിലും സോവിയറ്റ് യൂണിയൻ ഹാസ് ഹെൽപ്ഡ് us in this. ഇപ്പൊ ഫോർ എക്സാമ്പിൾ തന്നെ പെട്രോളിയം നീഡ്സ്, ഓയിൽ നീഡ്സില് we are one of the biggest. ഞാൻ പറയുന്നത് ഇതെല്ലാം നല്ല കാര്യങ്ങള്. I don't still understand the need for war. Okay. I still because NATOയുടെ point. What the hell is difference between NATO and the UN then? UN was also formed as a alliance of countries to stop war. UN is now a joke. Yeah, UN ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റോ തുടങ്ങിയത് തന്നെ ആ വേൾഡ് വാർ 2 കഴിഞ്ഞപ്പോഴല്ലേ? അപ്പൊ ആ കഴിഞ്ഞ സമയം തന്നെ ഒരു അലയൻസ് ഫോം ചെയ്യുന്ന എന്തിനാണ്? എതിർ ഒരു പാർട്ടി ഉണ്ട് എന്ന് കരുതിയിട്ടല്ലേ? അല്ലാതെ പിന്നെ ലോകത്തെ ഉള്ള 180+ കൺട്രീസും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇത്? എന്താ നമ്മൾ സോവിയറ്റ് യൂണിയൻ അന്ന് അത്രയും ത്രെറ്റ് ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ സ്റ്റാർട്ടഡ് ദ വാർസോ പാക്ട്. സോവിയറ്റ് യൂണിയൻ പോളണ്ടിനെ പിടിച്ചെടുത്തു, നമ്മുടെ ഹംഗറിയെ പിടിച്ചെടുത്തു. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഈസ്റ്റേൺ യൂറോപ്പ് അവരുടെ കീഴിലായിരുന്നു ഏകദേശം. എന്നിട്ട് അവർ വെക്കേറ്റ് ചെയ്തില്ല. They were occupying it. They put their puppet communist governments over there, suppressing the people. വാർസോ പാക്ട് എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി. അപ്പൊ ഇതെന്താ, ഈ വാർസോ പാക്ടും നേറ്റോയും തമ്മിലുള്ള പഴയ ഒരു എന്താ പറയാ ഫ്രിക്ഷനാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് മടുത്തിട്ട് ദേ വെന്റ് ഇൻടു റെവല്യൂഷൻ, ദേ കിക്ക്ഡ് ഔട്ട് ഓൾ ദീസ് സോവിയറ്റ്. പിന്നെ സോവിയറ്റ് യൂണിയൻ തകർന്നു, എല്ലാം നശിച്ചപ്പം സോവിയറ്റ് യൂണിയൻ ഒരു കണ്ടീഷൻ വെച്ചു, ഉക്രൈന് ഈ നേറ്റോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉക്രൈൻ വരരുതും. പിന്നെ ഉക്രൈൻ ചെയ്ത വലിയൊരു മണ്ടത്തരമുണ്ട്. യുക്രൈൻ്റെ ഒരുപാട് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടായിരുന്നു. അവരന്ന് സാക്രിഫൈസ് ചെയ്തു വിത്ത് ദ ഗ്യാരണ്ടി ദാറ്റ് റഷ്യ വിൽ നോട്ട് അറ്റാക്ക്. റഷ്യനെ പ്രൊട്ടക്ഷൻ. പക്ഷെ വെസ്റ്റേൺ കൺട്രീസ് അത് ഫുൾഫിൽ ചെയ്തില്ല. അപ്പൊ ഇവിടെ എന്ത് പറ്റും? ഉക്രൈനല്ല ഇപ്പം മണ്ടത്തരം പറ്റുന്നത്. അവരും പല അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ദേ ഗിവ് അപ്പ് ദ എൻറ്റയർ ന്യൂക്ലിയർ ആർസണൽ. വേൾഡില് ഐ തിങ്ക് അതാണ് ഇവര് ഈ നാറ്റോ കളിച്ച കളിയില് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ഇപ്പൊ സഫർ ചെയ്യുന്നത് ആ ഒരു രാജ്യമാണ്. ഐ മീൻ മൈ ഹാർട്ട് ഗോസ് ഔട്ട് ടു ദം ഫോർ ദ സിവിലിയൻസ്. പക്ഷേ ദ പോയിന്റ് ഈസ്
ഇപ്പൊ നേരത്തെ വിനോദ് I പറഞ്ഞ don't agree പോലെ with that. എന്റെ കൺട്രി എന്ത് വേണേ ചെയ്തോട്ടെ, നീ ആരാ ചോദിക്കാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന ആ, തന്നെയാ നടക്കുക. കാര്യം ഇപ്പൊ ഒരിക്കലും അല്ല ഇനി ഇപ്പൊ നീ ആരാ എടാ ചോദിക്കാന്നുള്ള ഞാനൊരു ചോദ്യത്തിന് എക്സാമ്പിൾ അർത്ഥം പറയട്ടെ. വരുന്നില്ല. എടാ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ആ, ഇന്ത്യ US ഇപ്പൊ 10 ഇയേഴ്സിന്റെ ഡിഫൻസ് പാക്ട് സൈൻ ചെയ്തു. ആ, അത് ഇന്ത്യയുടെ ചോയ്സ് അല്ലേ വെദർ വി വാണ്ട് സൈൻ വിത്ത് US. അതെ. നാളെ ഇപ്പൊ റഷ്യ ചൈന ഒന്ന് പറയും അങ്ങനെ പറ്റത്തില്ല, നിങ്ങൾ ഇങ്ങനെ സൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ത് പറയും? അയ്യോ സോറി, നമ്മൾ നമ്മുടെ താല്പര്യം, ഇന്ത്യയുടെ താല്പര്യം അതാണ് റഷ്യക്ക് നോക്കുന്നത്. ഡെഫിനറ്റ്ലി ചോദിക്കാമല്ലോ, ഡെഫിനറ്റ്ലി ചോദിക്കാം. നിങ്ങൾ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കാണിച്ചിട്ട് എന്തിനാ US പോയി സൈൻ ചെയ്തെന്ന് പറഞ്ഞ് റഷ്യ Exactly. എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു വഴക്കിന് വരുന്നില്ല? അവർക്ക് അങ്ങനെ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ വേറെ അങ്ങനെ കാര്യം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി, റഷ്യക്ക് യുക്രൈനോടും ചോദിക്കാൻ അധികാരമില്ല എന്നാണ് എന്റെ വഴി. യുക്രൈൻ വാസ് എൻ ഇൻഡിപെൻഡന്റ് സോവറിൻ കൺട്രി. അവര് പിന്നെ വൺസ് ദേ ആർ എൻ ഇൻഡിപെൻഡന്റ് സോവറിൻ കൺട്രി ദേ ഷുഡ് ഹാവ് ദ റൈറ്റ് ടു ഡു വാട്ട് ദേ വാണ്ട്. ടോമെ അത് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ റഷ്യന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ കീവ് എന്നാണ്, ഉക്രൈനിലാണ്. പണ്ട് അവരെ വിളിച്ചുകൊണ്ടിരുന്ന കീവൻ റൂസ് എന്നാണ് ഹിസ്റ്റോറിക്കൽ കീവൻ എടുത്ത് റൂസ്. നമ്മൾ ചരിത്രം. കീവൻ റൂസ്, കീവാണ് റഷ്യന്റെ ഒറിജിൻ, നമ്മുടെ ആ സ്റ്റാർട്ടിങ് ഓഫ് ദ കൾച്ചർ, അവരുടെ റഷ്യൻ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു മെന്റൽ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ പഴയ ഭാരതം എന്ന് എടുത്തു കഴിഞ്ഞാൽ പണ്ട് ആ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു, ഈവൻ അൺടിൽ അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ടായിരുന്നു. അതെ. ഒരുപാട് ഇൻഫ്ലുവൻസസ്, ഒരുപാട് കേന്ദ്രങ്ങൾ, നമുക്ക് ആ കൾച്ചറൽ കണക്ഷൻ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ പറയണം ഓ പണ്ട് അത് അങ്ങനെയായിരുന്നു, നമ്മൾ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി അടിക്കണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പഴയ കൾച്ചർ. ഈ ഒരു മൈൻഡ് സെറ്റും റഷ്യൻസിന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. Kyiv is that the beating heart of Russia, the old Russia എന്നുള്ളത്. റഷ്യൻസിനുണ്ടോ അതോ പുടിനോ? റഷ്യൻസിനുണ്ടോ അതോ പുടിനുണ്ടോ? അതാ when I talk to Russians, കുറെ റഷ്യൻ വിട്ടുപോയ റഷ്യൻസിന് സംസാരിക്കുമ്പോൾ അവരെല്ലാം എൻ്റെ അടുത്ത് പറയുന്നത് ഈ പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി കൺട്രോൾ എടുക്കും. ഇപ്പൊ നമ്മളിപ്പോ 4 പേര് ഒരു കമ്പനി തുടങ്ങിയെന്ന് വെച്ചോ, നമ്മൾ കമ്പനി തുടങ്ങി ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തുമ്പോഴത്തേക്കും പുട്ടിൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ കമ്പനിയും കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്ന് പറയും. ഹി വിൽ സെൻഡ് ഹിസ് പ്രോക്സി ടു ടേക്ക് കൺട്രോൾ ഓഫ് ദ കമ്പനി. നമ്മൾ മിണ്ടാതെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തോണം. അങ്ങനെ കുറെ ഒളിഗാർക്സ്, റഷ്യയിൽ ഒളിഗാർക്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കുറെ പുള്ളിയുടെ ഈ കുറെ ബിനാമികൾ കൺട്രോൾ ചെയ്യും റഷ്യയുടെ ഒരുപാട് ബിസിനസ്സും കാര്യം. ഇവരെല്ലാം ഇയാൾക്ക് പൈസ കൊടുക്കും. പുള്ളി കുറെ കൊട്ടാരങ്ങൾ, പുട്ടിൻ സിമ്പിൾ സെർച്ച് ചെയ്തോ, പുട്ടിന്റെ ഓരോ പാലസസും പുള്ളിയുടെ ദൂരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് ഇസ് ഓൾ ദി ഈഗോ ഓഫ് വൺ മാൻ. ദാറ്റ് ഇസ് ഇറ്റ്. ഈ പണ്ട് സോവിയറ്റ് യൂണിയനിൽ പണ്ട് സ്റ്റാലിൻ എന്തുമായിരുന്നു, ഇത്രയും ഭയങ്കര ദുഷ്ടത്തരം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അഡോൾഫ് ഹിറ്റ്ലറിനെക്കാളും ദുഷ്ടത്തരം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ആ സ്റ്റാലിന്റെ അടുത്താണ് നമ്മുടെ നെഹ്റു പോയി കൈ കൊടുത്തത്. ആൻഡ് വി മേഡ് ആൻ അലയൻസ് വിത്ത്. അതിന് സമയത്ത് ഇഫ് വി ഹാഡ്, എൻ്റെ ഒരു കോൺസെപ്റ്റിൽ ഇഫ് വി ഹാഡ് ഷുക്ക് ഹാൻഡ് വിത്ത് US, നമ്മുടെ എക്കോണമി ഒരുപാട് ചേഞ്ചസ് വന്നേനെ. പക്ഷെ അന്നത്തെ ലീഡറിന്റെ കാഴ്ചപ്പാട് വ്യത്യാസമായിരുന്നു. ഞാനിപ്പം നെഹ്റുവിനെ കുറ്റം പറഞ്ഞാൽ ഐ എം നോട്ട് സെയിങ് നെഹ്റു ചെയ്യുന്ന എല്ലാം തെറ്റെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. But on this point, I am against Nehru on this. But why you had to go and shake hands with, of all the people, Stalin? ഒരു എത്തിക്സോ ഒരു ഇതുപോലെ ബ്രൂട്ടലായിട്ട് ബുച്ചർ ചെയ്യുന്ന ഒരു മനുഷ്യന് ആ പാവം മനുഷ്യനായി ചിന്തിക്കുന്നില്ലല്ലോ. ആ പാവം മനുഷ്യൻ അന്നത്തെ കാലത്ത് കൈ കൊടുത്തു. അന്നത്തെ കാലത്ത് ഏറ്റവും റീച്ചബിൾ ഹെൽപ്പ് ഉണ്ടായിരുന്നത് അവിടുന്ന് ആയിരുന്നു. യു ആർ റോങ്. നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസ് സോ പ്രോ ഇന്ത്യ. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് പഴയ പ്രസ് റിപ്പോർട്ട്സ് അവര് even there is those pact, I can't remember the pact, ഒരു pact agreement ഉണ്ട് which Roosevelt signed with നമ്മുടെ വിൻസൺ ചർച്ചിൽ ആയിട്ട്. In that pact he put a clear condition that India has to be given independence after the war. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അഗ്രിമെന്റ് പോലും US അങ്ങോട്ട് പ്രഷർ ചെയ്തിട്ടാണ് ഈ വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്ക് പോലും ഈ ബ്രിട്ടീഷ് എംപയർ കൊളാപ്സ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആ ഇന്ത്യ അമേരിക്കൻസിന്റെ പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ അവർ മിസ്റ്റേക്ക് ദാറ്റ് അമേരിക്കൻസ് കൈ ഷേക്ക് ഹാൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ നെഹ്റുവിന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ തോട്ട് പ്രോസസ് വാസ് സോഷ്യലിസം, നോട്ട് കമ്മ്യൂണിസം. ഐ വുഡ് ക്ലിയർ ദാറ്റ്. സോഷ്യലിസം കമ്മ്യൂണിസം വ്യത്യാസമുണ്ട്. His point was socialism. It didn't gel with the American concept. Americans are what? Capitalists. Heavy capitalistic. Heavy capitalism. അപ്പം അവർ നോക്കിയപ്പോൾ നമ്മൾ നേരെ പോയി സോവിയറ്റിന് കൈ കൊടുത്തു. അവർ അടുത്ത ആരാണ് നെക്സ്റ്റ് ഉള്ളത്? പാകിസ്ഥാന് പോയി കൈ കൊടുത്തു. പാകിസ്ഥാൻ അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടായി. അതേ ബെനിഫിറ്റ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തായിരുന്നെങ്കിൽ ഇന്ത്യ വുഡ് ഹാവ് ബീൻ ഇൻ എ ഡിഫറെന്റ് ഗെയിം. അത് അന്നേരത്തെ സിറ്റുവേഷൻ ഏതായിരിക്കും. കാര്യം എനിക്ക് അങ്ങനെയുള്ളൊരു കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ് വിച്ച് ഐ സ്റ്റാർട്ടഡ്, അങ്ങനെ ഒരു നെസസിറ്റി വന്നതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പം
ഏറ്റവും നല്ല രീതിയിൽ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് വെപ്പണറി ആൻഡ് ഓൾ ദാറ്റ്. അത് എന്തുകൊണ്ട് വി ഹാവ് എ ക്യാപിറ്റലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. നമ്മുടെ 1990s നമ്മുടെ PV നരസിംഹറാവ് വന്നിട്ട് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ പോളിസീസ് കാരണമാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആയത്. അൺടിൽ ദെൻ വി വർ ഓൾ സോഷ്യലിസം ആയിരുന്നു നമ്മുടെ മാർക്കറ്റ്. വി കുഡന്റ് സ്റ്റാർട്ട് എ അന്നേരം ഒരു ബിസിനസ്. ഡിപെൻഡന്റ് ഇക്കോണമി ആയിട്ട് നമ്മൾ സെറ്റിൽ ആയിപ്പോയി. ഇപ്പം നമ്മൾ അല്ല, അതെന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പം വി വർ ലെഫ്റ്റ് ഔട്ട് വിത്ത് നോ വൺ. നമ്മള് എന്താ പറയാ, കയ്യിലൊന്നും ഇല്ലാത്ത മട്ടിലായി പോയി. റഷ്യ തകർന്ന് We had to തരിപ്പണമായി. find our own identity. Exactly. Then we had to decide. We shook hands with Americans. അത് കഴിഞ്ഞിട്ട് ബുഷ് വന്നിട്ട് ഈവൻ നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാലോ. നമ്മുടെ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് ഒക്കെ ചെയ്ത് ഒരുപാട് ഇഷ്യൂസ് വന്നു. ബുഷ് വന്നിട്ടാണ് അത് നോർമലൈസ് ചെയ്തത്. ദാറ്റ് വി ക്യാൻ ബിൽഡ് ന്യൂക്ലിയർ പ്ലാന്റ്സ് അല്ല. അത്രയും നമ്മൾ ക്ലോസ് ആയി വരുമ്പോൾ നമ്മൾ പിന്നെയും നമ്മൾ ഞാൻ പറഞ്ഞ ആ നെഹ്റുവിയൻ മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ നെഹ്റുവിയൻ മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഇത്രയും കാലം ഇസ്രായേലായിട്ട് നമുക്ക് ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇല്ലാതെ വന്ന് ലേറ്റർ ഓൺ ഇതെല്ലാം ചേഞ്ചസ് വന്ന് അതുവരെ നമ്മൾ ഈ പലസ്തീനി കോസിന് സപ്പോർട്ടായിരുന്നു. ബിക്കോസ് ഓഫ് വാട്ട്? അവിടെ റിലീജിയസ് വാർ ആണ് അവിടെ തമ്മിൽ നടക്കുന്നത്. നമ്മൾ അവരെന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു? നമ്മൾ സോഷ്യലിസം തിങ്ക് ചെയ്യുന്നു. ഇല്ല, അത് സോഷ്യലിസം അല്ല. ഇറ്റ് വാസ് പ്യൂർലി ടു അപ്പീസ് സർട്ടൻ കമ്മ്യൂണിറ്റീസ്. No. There is politics in it. You know why? സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റ് നാച്ചുറലി നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരും ജിഹാദീസ് എപ്പോഴും അലയൻസ് ആണ്. എവിടെ നമ്മൾ വേൾഡിൽ എടുത്താലും അവർ തമ്മിൽ അലയൻസ് ഉണ്ട്. ബിക്കോസ് അവരുടെ എല്ലാം കോമൺ ശത്രു എന്തുവാണ്? ക്യാപിറ്റലിസം, കൊളോണിയലിസം, ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ. അതിനിടയ്ക്ക് ഒരു സയനിസം കൂടി കയറ്റി വയ്ക്കും. ഇപ്പൊ ഇതെല്ലാം കൊണ്ട് അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യും? നമ്മൾ സോവിയറ്റ് യൂണിയന്റെ കൂടെ നിൽക്കുന്നു. നമ്മൾ നാച്ചുറലി ഇസ്രായേലിന്റെ കൈ കൊടുക്കാതിരിക്കുന്നു. പക്ഷെ ഇപ്പം കുറെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇന്ത്യയായിട്ടുള്ള ഒരുപാട് കൊളാബറേഷൻസ് വന്ന് നമ്മുടെ ഇപ്പൊ ഇവിടെ തന്നെ എംബസീസും 2 കോൺസുലേറ്റും നമുക്ക് ഇവിടെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നു, ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് നടക്കുന്നു. ഡിഫൻസിൽ പോലും നമ്മൾ അഡ്വാൻസസ് നടക്കുന്നത് ഇറ്റ് ഇസ് ത്രൂ കൊളാബറേഷൻ വിത്ത് ഇസ്രായേലീസ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് പ്രശ്നം വരുന്നത് ഈ വാറിന് വരുമ്പോഴത്തേക്കും പലരും പല സൈഡ് എടുക്കുന്ന ഇറ്റ് ഇസ് ഓൾ ബിക്കോസ് ദ മൈൻഡ് സെറ്റ് ഇസ് സ്റ്റക്ക് ഇൻ സംതിങ്. മനസ്സിലായില്ലേ? Mindset is also influenced and manipulated by people in greed. It's like ഇതിന്റെ എനിക്കറിയത്തില്ല ശ്രീ ഇന്ന് വായിച്ചു വന്ന ഇന്നത്തെ ന്യൂസിൽ കിടപ്പുണ്ട്. ഇറാനിന്റെ അലി കെമിനിയുടെ ക്ലോസസ്റ്റ് അഡ്വൈസർ. ഓക്കെ, ഹി ഈസ് ദി ക്ലോസസ്റ്റ് advisor. He was the commander in chief of the Revolutionary Guard. Yes, He is having a wedding for his daughter. Okay, correct. I saw that. Yeah. ആ വെഡിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാരും ഈസ് സോ വെസ്റ്റേൺ ഡ്രസ്, ഷോയിങ് their cleavage. ഹിജാബില്ല, ഒരു പിണ്ണാക്കും ഇല്ല. Exposing dress, or to a certain extent exposing dress വരെ ഇട്ട്. Yeah, so ബ്രൈഡിന്റെ ഡ്രസ് കാണണം. ഓൾമോസ്റ്റ് യു ക്യാൻ സീ എവരിതിങ്. ഓൾറൈറ്റ്. Yeah. ഈ സെയിം ആൾക്കാരാണ് പോലീസസ് ദി റെസ്റ്റ് ഓഫ് ദി ഇറാനിയൻ പോപ്പുലേഷൻ സെയിങ് ഹിജാബ് ഇട്ടില്ല, മുടി കണ്ടു, മുടി നിങ്ങളുടെ ഹിജാബിൽ കൂടെ വെളി വന്ന് അതുകൊണ്ട് യു ആർ പണിഷ്ഡ്, യു ആർ അബ്യൂസ്ഡ്, യു ആർ കിൽഡ്. ഇതാണ്. This is all driven by a group of people who sits in countries or top of levels who just wants to control the rest of the population through false narratives. ഇതാണ് ഞാൻ പറഞ്ഞത്. റഷ്യ ഡിഡ് നോട്ട് ഹാവ് ടു ഗോ ടു വാർ. ദാറ്റ് ഈസ് മൈ ഒപ്പീനിയൻ. ലൈക്ക് ദർ വാസ് നോ നീഡ്. നാറ്റോ ആയിട്ട് യുക്രൈൻ ചെയ്യുന്നത് അതുകൊണ്ട് റഷ്യയെ വന്ന് ആരും വഴക്കുണ്ടാക്കാൻ വന്നില്ല. ലൈക്ക് ഇതിന്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ സംസാരിക്കേണ്ടത് ഹിസ്റ്ററി ഓഫ് വാർ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഷുഡ് ബി ടോക്ക് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് വാർ. ലൈക്ക് പണ്ട് കാലത്ത് വാർ നടന്നത് എന്തിനാ? ദർ വാസ് സർവൈവൽ. ലൈക്ക് എക്കണോമിക് റീസൺസ് വരും. വാട്ട് ഈസ് എ ലെജിറ്റിമേറ്റ് റീസൺ ഫോർ വാർ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ, പണ്ടത്തെ കാലത്ത് ഒരു നല്ല കൾട്ടിവേഷൻ, നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലം വേണം. അതുകൊണ്ട് ഈ രാജ്യത്തെ രാജാവിന് അവിടെ പോയി അത് പിടിച്ചെടുക്കണം. അത് കഴിയാതെ പിന്നെ ബാക്കി എല്ലാം ഈസ് വെറുത്ത്ലെസ്. മനുഷ്യ ജീവിതത്തിന് വിലയില്ലാതെ ആക്കിയത് is something I cannot understand. Nothing justifies loss of a human life. Who used to say my life is less worth than the king who was sitting on that throne? Exactly. Correct.
ഇപ്പൊ So ടോം പറഞ്ഞ ആ പോയിന്റ് ഉണ്ടല്ലോ ടോം, സോറി ഇറാൻ ഇസ്രായേൽ ഇപ്പം ഭയങ്കര കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഹിസ്റ്റോറിക്കൽ 70s ഐ തിങ്ക് ഏർലി 60s 70s ഇറാനും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല എൻഗേജ്മെന്റ്സ് ഉണ്ടായിരുന്നു. യൂസ് ടു ബി സ്റ്റുഡന്റ് എക്സ്ചേഞ്ചസ്, യൂസ് ടു ബി കൊളാബറേഷൻ ഓൺ. അവിടെ രാജാവ് ഉണ്ടായിരുന്നു അന്നേരം. ഇറ്റ് വാസ് കോൾഡ് ഷാ. ആ രാജാവ് ഉണ്ടായിരുന്നു, mm, എക്സാക്ട്ലി. അപ്പം ആ രാജാവ് ഹി വാസ് വെരി പ്രോ വെസ്റ്റേൺ, ഹി വാസ് വെരി ഓപ്പൺ ടു എക്സ്ചേഞ്ച് ഓഫ്. അപ്പം ഈവൻ അവിടുന്ന് ഓയിൽ അങ്ങോട്ട് കൊടുക്കുക, ഇസ്രായേൽ വെപ്പൻസിനുള്ള കൂടുതൽ കൊളാബറേഷൻ. ഇസ്ലാമിക് റെവല്യൂഷൻ വന്നപ്പോൾ പ്ലേറ്റ് മാറി. ആ ഇസ്ലാമിക് റെവല്യൂഷനെ പോയി നോക്കിയപ്പോൾ തന്നെ അതിനകത്ത് ഫസ്റ്റ് ആലേസ് ആരായിരുന്നു? കൂടെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഇവർ ചേർന്ന്, സ്റ്റുഡൻസ് എല്ലാം കൂടെ ചേർന്ന്. അതാണ് പറഞ്ഞത്, ഗ്ലോബൽ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റും ജിഹാദീസ് ഒരുമിച്ച് എവിടെ നോക്കിയാലും ഒരുമിച്ച് കാണും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ റവല്യൂഷൻ ജയിച്ചത് ആരെ അവർ ആദ്യം കൊന്നത്? ആ കമ്മ്യൂണിസ്റ്റുകാരെല്ലാത്തിനും തൂക്കിക്കൊന്നു. സെയിം തിങ് വാട്ട് ഇസ് ഹാപ്പൻഡ് ഇൻ ബംഗ്ലാദേശ് എന്തോ സ്റ്റുഡന്റ് മൂവ്മെന്റ് ആയിട്ട് വന്നു. ഇതിന്റെ ബാക്കിൽ പിന്നിൽ ആരാണ്? ഇസ്ലാമിക് ഗ്രൂപ്പ്സ്. ഇപ്പൊ സ്റ്റുഡൻസ് മൂവ്മെന്റ് എല്ലാം സൈഡിൽ മാറ്റി ഇപ്പൊ ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ആണ് ഇപ്പൊ ബംഗ്ലാദേശിൽ കയറി കളിക്കുന്നത്. അവർ ഓരോ ഡിമാൻഡ്സ് വെക്കാൻ തുടങ്ങി. ഇതാ പറഞ്ഞത്, ഇത് പ്രശ്നം എന്താ? നമ്മൾ അന്ന് ഞാൻ പറയുന്ന സെയിം പോയിന്റിൽ ഞാൻ വരുന്നത്, നമ്മൾ ആ പഴയ സോഷ്യലിസ്റ്റ് മൈൻഡിൽ അങ്ങ് സ്റ്റക്ക് ആയിപ്പോയുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും റഷ്യ ഐ എം നോട്ട് അഗെയിൻസ്റ്റ് റഷ്യൻ പീപ്പിൾ, ഐ എം പേഴ്സണലി അഗെയിൻസ്റ്റ് പുടിൻ. ബിക്കോസ് പ്രോപ്പർ ആയിട്ട് ഒരു ഇലക്ഷൻ വെച്ച് ഒരു ഡയലോഗോ ഒരു ഡിബേറ്റ് ഒന്നുമില്ല. നമ്മുടെ യുഎസിൽ പോലും ട്രംപിനെ വേണേൽ ചീത്ത വിളിക്കാം, ട്രംപിനെ എന്തുവേണം പറയാം, പുട്ടിനെ ഒന്ന് പറഞ്ഞു പൊടിയില്ല. എടാ, അതൊരു ഓട്ടോക്രാറ്റിക്കും ഡെമോക്രാറ്റിക്കും എന്നുള്ളതിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് അത് ഫൈൻ. പക്ഷെ ഓക്കെ, പക്ഷെ അത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ടമെന്റൽ ഡിഫറൻസ് ഈസ് ഡ്രൈവിംഗ് സം സർട്ടൻ കൺട്രീസ്. ലൈക്ക് ദർ ഇസ് കോമൺ തീംസ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ദർ ആർ കോമൺ തീംസ് ഇൻ കൺട്രീസ് വേർ ജനറൽ പോപ്പുലേഷന് വോയിസ് ഇല്ലാത്ത ഏതൊക്കെ രാജ്യമുണ്ടോ അവിടെ എല്ലാം ദർ ഇസ് എ ലീഡർ who is driving the agenda and the future of these people to their own free will. Exactly. Yeah. Country like China ഇപ്പം ചൈന എന്തിനാ കടന്ന് മസിൽ കാണിക്കുന്നത്? തായ്വാന്റെ അടുത്ത് നീ വായിച്ചു അടുത്ത 2 ആഴ്ചയിൽ they are coming around Australia. ഇതിന്റെ ആവശ്യം എന്താ? ഇതിന്റെ ആവശ്യം എന്താ? അവരുടെ മസിൽ ഓസ്ട്രേലിയ കാണിക്കേണ്ട ആവശ്യം എന്താ? I don't understand the rationale behind it. Why do they have to come and show their muscle here in Australian waters? You know why? Because they want to get access to the Pacific Ocean. ഇപ്പൊ നേരത്തെ ശ്രീ പറഞ്ഞ പോയിന്റ്, എന്തിനാ ഈ വൃത്തികേട് കാണിക്കുന്നത്? ലൈക്ക് ഓസ്ട്രേലിയ ഹാസ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ചൈന. കഴിഞ്ഞ 2 ആഴ്ച എങ്ങാണ്ട് മുമ്പ് എങ്ങാണ്ടാണ് പോയി അൽബനീസ് പോയി കൈ കൊടുത്തത്. ഇങ്ങനത്തെ കൈ കൊടുക്കുന്നത് വെറുതെ വേസ്റ്റാ. ഇപ്പൊ മോഡി പോയി കൈ കൊടുത്തു, ഗുണം. ഈ ഇടയ്ക്കാണ് നമ്മൾ വീണ്ടും തിരിച്ച് വൈൻ ആൻഡ് ലോബ്സ്റ്റർ എല്ലാം കയറ്റി അയക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മുടെ മറ്റേ എന്തോ വാഗ്യു മീറ്റ് അതെല്ലാം ഇപ്പോഴാണ് നമ്മൾ വീണ്ടും കയറ്റി അയക്കാൻ തുടങ്ങിയത്. വീണ്ടും അടി തുടങ്ങിയാൽ നമ്മൾ അറിയാം നമ്മൾ വെച്ചോണ്ടിരിക്കും. പക്ഷെ വെച്ചോണ്ടിരുന്ന ഇവിടെ ഇരുന്ന് ചെയ്യത്തേ ഉള്ളൂ. അത് പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് ചൈനയ്ക്ക് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരുപാട് മറ്റേതുണ്ടല്ലോ, നമ്മുടെ ലിത്യം റിസർവ്സ് ഒരുപാട് ഉണ്ട്. ശരിയാണ്, മൈൻസ്. അതിന്റെ ഒരു ഭയങ്കര ഒരു ഗെയിം ഉണ്ട് അവിടെ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, അത് ലിത്യം വരെയും പോകേണ്ട ആവശ്യമില്ല. ഓസ്ട്രേലിയയുടെ ഒരു വലിയൊരു അസറ്റ് എന്ന് പറയുന്നത് അയൺ ഓർസ് ആണ്. അതും വെരി ഹൈ ഗ്രേഡ് അയൺ ഓർസ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഓസ്ട്രേലിയക്കാർക്ക് എന്താണ് അഹങ്കാരം മൂത്തിട്ടാണോ എന്താണെന്ന് അറിയില്ല, നമ്മളെല്ലാരും ഇവിടുന്ന് അതിനെ കയറ്റി അയക്കും. ഇത് വെറും പ്യുവർ ബോക്സൈറ്റ് ആണ് കയറ്റി അയക്കുന്നത്. എന്നിട്ട് നല്ല വില കൊടുത്തിട്ട് മറ്റേ അയൺ ബാർസ് അവിടെ ഇങ്ങോട്ട് അയക്കും. എന്തിന്റെ ആവശ്യമാണ്? ഇവിടെ ഒരു 10 പേർക്ക് ശമ്പളം കൊടുത്തത് ഇവിടെ ഉടനെ ഇല്ല, എനിക്ക് $25 എന്തോ ഉണ്ടാക്കി തന്ന 1 മണിക്കൂറിൽ ഉണ്ടാക്കി തന്നാലേ ഞാൻ ജോലി ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റിന്റെ ചെലവിൽ ഇരുന്നോളാം. എനിക്ക് ആ മെന്റാലിറ്റി മാത്രം ഇവിടുത്തെ അതൊരു പിടിക്കുന്നത്. പക്ഷെ ദ പോയിന്റ് ഈസ് ചൈന അതിനെ യൂട്ടിലൈസ് ചെയ്യാണ് എക്കണോമിക് അഡ്വാൻറ്റേജിന് വേണ്ടി. ഇപ്പൊ ഇവൻ പറഞ്ഞ 2 വെടി വെച്ചാല് നമ്മൾ അയ്യോ 10 മിനിറ്റ് വിളിക്കും, അമേരിക്ക ഉടനെ പറഞ്ഞു തരും, ഇപ്പുറത്ത് UK ഉടനെ പറഞ്ഞു തരും. അതേ സംഭവിക്കാനുള്ളൂ. പക്ഷേ ചൈന പോലും അവിടെ സൗത്ത് ചൈന സീല് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ട് ചെയ്യുന്ന പ്രശ്നം എന്തുവാണ്? അവിടെ പോയി കുറെ ആർട്ടിഫിഷ്യൽ ഐലൻഡ്സ് ഉണ്ടാക്കുക, അവിടെ കുറെ ബേസ് ഉണ്ടാക്കുക. ഇതിന്റെയൊക്കെ എന്താ ആവശ്യം? അവരായിട്ട് നല്ല സ്നേഹത്തിൽ പൊയ്ക്കൂടെ? ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇവരൊന്നും അഗ്രസീവ് കൺട്രീസേ അല്ല. അങ്ങോട്ട് കയറി അങ്ങ് അഗ്രഷൻ കാണിക്കും. അതുകൊണ്ടാണ് ഈ ചൈനയും റഷ്യക്കൊക്കെ നല്ല ദേ ഹാവ് സെയിം മൈൻഡ് സെറ്റ്.
അവർക്ക് ഒത്തു പോകാൻ പറ്റും. പണ്ട് അമേരിക്ക മറ്റേ വിയറ്റ്നാമിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് അനുഭവിച്ചിട്ട് അവര് അതെ വാലും ചുരുട്ടി തിരിച്ചോടിയ ആൾക്കാരാണ്. അതെ അതിൽ തീർച്ചയായിട്ടും നിന്നും പോലും തീർച്ചയായിട്ടും ബിക്കോസ് ലോകം മനസ്സിലാക്കിയിട്ടില്ല ഒന്നും. കറക്റ്റ്. അതിപ്പം നമ്മൾ അഫ്ഗാൻ വാർ എടുത്താലും എല്ലാം ഫെയിലിയേഴ്സ് ആയതാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തന്നെ ഇപ്പം മോഡി പോലും അവിടെ പോയി കൈ കൊടുത്തിട്ട് എല്ലാം പങ്കെടുത്തു, SCO സമ്മിറ്റ് പങ്കെടുത്തു. ബട്ട് ഹി ഡിഡ്ന്റ് അറ്റൻഡ് ദ മിലിറ്ററി പരേഡ് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും വേറെ കുറെ ലീഡേഴ്സ് ഒന്നും അത് ആ ഫോട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലീഡേഴ്സിന്റെ സ്റ്റാൻഡ് ലൈനപ്പ് ഒന്ന് നോക്ക്. നോർത്ത് കൊറിയ, ഇറാന്, റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇങ്ങനെ കുറെ. മോഡി അപ്പോഴത്തേക്കും അതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്ത് മുങ്ങി. ബിക്കോസ് ഹി നോസ് ഹി ഡസന്റ് വാണ്ട് ടു ഗോ ടു ദാറ്റ് എക്സ്റ്റെന്റ് ഓഫ് സ്റ്റാൻഡിങ് വിത്ത് ദീസ് ക്രേസി പീപ്പിൾ. അല്ല, പുള്ളി പക്ഷെ മോദി നല്ല ഞാൻ പറഞ്ഞു നല്ല ഡിപ്ലോമസിയാണ് കാണിക്കുന്നത്, അത് പറയാതിരിക്കാൻ വയ്യ. മോദി എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, ഹി ആൻഡ് ഹിസ് ടീം ഇസ് പ്രിറ്റി ഗുഡ് വിത്ത് ദാറ്റ്. ഇപ്പൊ മറ്റേ പക്ഷെ അയാളുടെ മറ്റേ ഫോറിൻ മിനിസ്റ്റർ, അയാളുടെ പേര് ഞാൻ എപ്പോഴും പറഞ്ഞു, എന്ത് ശങ്കറാണ്? ജയശങ്കർ. ജയശങ്കർ. വിനോദ്, ഇപ്പൊ നീ പറഞ്ഞില്ലേ ഈ ഒരു അലയൻസസ്, അതിന്റെയൊക്കെ കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? ബിക്കോസ് ദർ ഈസ് അനദർ അലയൻസ് ഓഫ് മിലിറ്ററി പവർ. നാറ്റോയിൽ വേറെ കുറെ രാജ്യങ്ങൾ യുണൈറ്റഡ് ആയി. സോ ദ അതേഴ്സ് ഹു ആർ ലെഫ്റ്റ് ഔട്ട്, they are joining together and hand in hand and they are working together. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഇന്ത്യൻസ് തന്നെ ഓക്കെ, ഇത് നമ്മൾ പറയാം പ്രോ റഷ്യ എന്നെല്ലാം പറഞ്ഞു, എത്ര ഇന്ത്യൻസ് റഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകും? എത്ര ഇന്ത്യൻസ് വിനോദ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇന്ത്യൻസ്, എത്ര കുട്ടികളാണ് അവിടെ ഡോക്ടർ പഠിക്കാൻ, ഇത് മറ്റേ മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്? അത് പഠിക്കാൻ പോകുന്നുണ്ടെന്ന് അവിടെ ഫീസ് കുറവായോണ്ടാണ്. അതല്ല വിനോദ്, രണ്ട് ഡോക്ടറിനെ പഠിപ്പിക്കാനുള്ള ഫീസ് നമ്മൾ അവിടെ നമ്മുടെ ഇവിടെ ഒരു ഡോക്ടറെ പഠിപ്പിക്കാനുള്ള, അവിടെ 2 ഡോക്ടറെ പഠിപ്പിക്കാനുള്ള ഫീസാണ് അവിടെ ഉക്രൈനിലും റഷ്യയിലും ചൈനയിലൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ സെയിം ഇന്ത്യൻസ് പുട്ടിനെ ഭയങ്കര അയ്യോ മച്ചാന്ന് പറയുന്ന ആളുകൾ എല്ലാം നേരെ പോകുന്ന എവിടെയാണ്? US, ഓസ്ട്രേലിയ, UK, വെസ്റ്റേൺ കൺട്രീസേ പോകത്തുള്ളൂ. ആരും ഈ ഒത്തോറിറ്റേറിയൻ കൺട്രീസിലേക്ക് പോയി സെറ്റിൽ ചെയ്യാൻ പോകത്തില്ല അൺലെസ് they are married to some Chinese or Russian and all. വിനോദ്, നീ വേറെ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ there is a group of countries who have formed NATO for protecting their interest, okay, military interest. So obviously the other nations who are left out will join together and form their own alliance. So that is what is happening. Okay, alliance form ചെയ്യുന്നതിനൊന്നും ആർക്കും കുഴപ്പമില്ല. But why alliance, see, alliance എന്ന് പറയുന്നത് it's not for അവിടെ പോയി സെറ്റിൽ ചെയ്യാനൊന്നും അലയൻസ് ഉണ്ടാക്കി. എടാ പണ്ട് അലയൻസ് ഉണ്ടാക്കി എന്തുവായിരുന്നു? വാർസോ പാക്ട്. അതിപ്പോ എവിടെ? അല്ല, അത് ഇപ്പോഴും ഉണ്ടല്ലോ അലയൻസ്. നീ വാർസോ പാക്ട് എവിടെ പോയി? ഇപ്പൊ അത് വാർസോപ്പ് തുണി കഴിവാ യൂസ് ചെയ്യുന്നു. ഉണ്ടാക്കി വാർസോ പാക്ട് പൊളിഞ്ഞു. എന്താ പറയാ, ആളുകൾക്ക് അവർക്ക് വേണ്ട, അവർക്ക് ഈ സോവിയറ്റ് യൂണിയന്റെ കീഴിൽ വേണ്ടെന്ന് പറഞ്ഞാൽ അത് അടിച്ച് പൊളിച്ച് ദൂരെ കളഞ്ഞു. നേറ്റോ കൺട്രോൾ ജനങ്ങളെ നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയാം. നേരത്തെ തോംസൺ ഒരു എക്സാമ്പിൾ വന്നില്ലേ? എന്റെ നെയ്ബർ എന്നോട് വന്ന് പറയുന്നത് എന്താണ്, നിന്നോട് ഞാൻ സംസാരിക്കില്ല, പക്ഷെ ഞാൻ നിന്റെ അപ്പുറത്തുള്ളവനോട് സംസാരിക്കും. ഉടനെ ഒരു ദിവസം ആ വോട്ട് എന്ന് പറയും, 2 ദിവസം ഒരു വോട്ട് എന്ന് പറയും. കുറച്ച് ഓൺ ദ വേ ആ ഒരു ബിഹേവിയർ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു ടെൻഡൻസി, എന്നാ പിന്നെ അതിന്റെ അപ്പുറത്തുള്ള നെയ്ബറായിട്ട് ഞാനൊരു പാക്ട് ആയി കഴിഞ്ഞാല് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും ഒരാളൊന്നും വരുമല്ലോ എന്നുള്ളൊരു ഇതില് ആ ഒരു ചിന്തയാണ്. വിനോദ്, ഇവരെല്ലാം സ്ട്രാറ്റജിക്കലി ആണ് എല്ലാം മൂവ് ചെയ്യുന്നത്. ബിക്കോസ് റഷ്യക്ക് ഇപ്പം they are getting cheap stuff from North Korea and Iran. Then why should they not do it? What strategy is Russia using? ഈ topic is not pact or trade agreement. It is war. വാറിന്റെ നീഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വാറിന്റെ നീഡ് ഈസ് സ്ട്രാറ്റജി. ഞാൻ ഒരാളുമായിട്ട് കൈ കൊടുത്തെന്നും പറഞ്ഞ് നീ എന്തിനാ എന്നോട് വഴക്കിന് വരുന്നത്? അതാണ് നിന്റെ കഴുത്തിന് ഒരുത്തം പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ ഇപ്പൊ നോക്കിക്കൊണ്ട് നിൽക്കും. ഓക്കെ, പിടിക്കാൻ വന്നില്ല തോംസൺ. നാളെ അവൻ പറയും പറഞ്ഞോട്ടെ. Arun, ഞാൻ പറഞ്ഞു തന്നെ, there are certain countries in the world who seems to have the wrong ideology and it is proven in their behavior.
you see their correct. political behavior or their diplomatic behavior. You can see their aggression in the way they talk, in the way they are expressing. There are few countries. It's very plain across the world. It's Russia, it's China, it is Iran, there Iran, is the North Palestinian, Korea. the Hamas. ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കറിയത്തില്ല ക്യൂബയൊക്കെ ഒറ്റ അറിയത്തില്ല. ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാർ ചെയ്തിട്ടുള്ള രാജ്യം ഏതാ? The United States ഏതാ? of America. വാർ ചെയ്ത രാജ്യം അവര് തുടങ്ങിയിട്ടില്ല, അപ്പൊ അവര് പോയി ഹെൽപ്പ് ചെയ്യാനേ പോയിട്ടുള്ളൂ. അതാണ് അവര് ബിഗ് ബ്രദറെ Okay, സോ ഏറ്റവും കൂടുതൽ അത് വാറും തന്നെയാണ് ഞാൻ അറ്റാക്ക് നടത്തിയ രാജ്യം എന്ന് പറയുന്നത് only one country. എടാ, അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അറ്റാക്ക് ഏത് നടത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് ആയിരിക്കും ചിലപ്പോൾ. ഏത് war? കൊളോണിയലിസം അപ്പൊ വെച്ച് തുടങ്ങണം. അതിന് അതെ. നിങ്ങൾ വാറായിട്ട് കാണുന്നില്ലല്ലേ? അത് ദാറ്റ് ഇസ് British, നോട്ട് വാർ. ഓക്കെ, അമേരിക്ക പോയി ചെയ്തതൊന്നും വാറല്ല. അമേരിക്ക അല്ല, അതിന് അമേരിക്ക മുമ്പുള്ളത് പോയി- നോക്ക്. സ്പാനിയർഡ്സിന്റെ കോൺക്വയർ, ബ്രിട്ടീഷിന്റെ എംപയറിന്റെ കോൺക്വയർ, യെസ്, പിന്നെ അതൊക്കെ അതേപോലെ വാറല്ലേ? ബാക്കിയുള്ള അതെ. ആണോ, അതൊക്കെ വാറ. പക്ഷെ ഇതിനകത്ത് ഒരു പോയിന്റ് ഞാൻ അപ്പൊ അമേരിക്ക എങ്ങനെ നിങ്ങൾ മാറ്റി അത് നിർത്തുന്നു? ആരും Only justify ചെയ്യുന്നില്ല. റഷ്യ and ചൈന, justify ഇറാൻ എന്ന് ചെയ്യുന്നില്ല. പറയുന്നത് എടാ, എന്താ? അരുൺ അവിടെ നീ തെറ്റി. അമേരിക്കയും അരുൺ നീ അവിടെ should come തെറ്റി. into that ഇല്ല, category അരുൺ നീ only. അവിടെ തെറ്റി. ആ പോയിന്റ് അരുൺ നീ അവിടെ തെറ്റി. ശരിയാണ്, സ്പാനിഷും ഇവരെല്ലാം ചെയ്ത് തെറ്റ്, അവരെ തെറ്റ് അവർ അംഗീകരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷനടുത്ത് പോയി ചോദിച്ചു നോക്ക്, നിങ്ങൾ അത് അഗ്രി ചെയ്യുന്നുണ്ട്? അവർ ശരിയാണ്, ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ ജനറേഷൻ തെറ്റാണെന്ന് അവർ പറയും. എന്നാ ഒരുപാട് പിന്നെ ബ്രിട്ടീഷുകാർ മോഹിനോട് അവർ തിരിച്ചു തരാൻ പറ. തെറ്റെന്ന് പറയുന്നുണ്ട്. പക്ഷേ കിരീടത്തിൽ ഈ വെച്ചോണ്ടിരിക്കുന്ന പറയുന്ന തിരിച്ചു തരാൻ പറയുന്ന ഇങ്ങോട്ടാ. അല്ല, ഇങ്ങോട്ടല്ല, അതൊന്നും നടക്കില്ല. ആർക്ക് ഇന്ത്യയിലേക്ക്. തിരിച്ചു കൊടുക്കും? ഓക്കെ, അപ്പൊ ആർക്ക് തിരിച്ചു കൊടുക്കും? നീ പറ, ആർക്ക് തിരിച്ചു കൊടുക്കും? ഇന്ത്യ ഗവൺമെന്റിന് തിരിച്ചു കൊടുക്കാൻ പറ. ഇന്ത്യൻ ഗവൺമെന്റ് ആര് ഇന്ത്യൻ ഗവൺമെന്റ് ആരാണ്? നമ്മുടെ ഇന്ത്യൻ മുതുമുത്തച്ഛന്മാര് ഗവൺമെന്റ് ചെയ്തതാ, എടുത്തോണ്ട് പോയോ? നമ്മളെ വിട്ടേക്ക് എന്ന് പറയും. അതെന്തിനാ? നിക്ക് നീ കോയിന്നൂർ ഡയമണ്ട് ആരുടെ കയ്യിൽ ഇരുന്നതാ? ഇന്ത്യൻ ഗവൺമെന്റ് കയ്യിലിരുന്നോട്ടെ. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സാധനമാണ്, ഇന്ത്യയിലേക്ക് തിരിച്ചു തരാൻ പറ. ഇല്ല, ഇന്ത്യ എന്നൊരു കൺട്രി അന്ന് ഇല്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാവും. സ്ഥലം ഉണ്ടായിരുന്നല്ലോ. നമുക്കത് വേണം, രാജാവിന്റെ കയ്യിൽ നമുക്കത് വേണം. ആദ്യം തരാൻ പറ. അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ. ആ, നമ്മുടെ ഇയാളുടെ കയ്യിലായിരുന്നു, നമ്മുടെ പഞ്ചാബ് മറ്റേ കിങ് ആരുടെ കയ്യിലായിരുന്നാലും നമ്മുടേതാണ്. നീ പറ, അത് അവര് തമ്മിലുള്ള ഡീലാണ്. തിരിച്ചു തരാൻ പറ. നീ uk എടുത്ത് പറ. അവരിത് പറഞ്ഞ അവര് തമ്മിലുള്ള ഡീലാണ്. അത് നമ്മളല്ല നമ്മുടെ ഇന്ത്യൻ എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്തതാണെന്ന് പറയും. അതിനെന്താ ചെയ്തെങ്കിൽ ചെയ്ത് അതിന് അവര് ന്യായമായ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലോ അന്നത്തെ രാജാവിന്? തെളിവൊന്നുമില്ല. അവര് തമ്മിലുള്ള ഡീലാടാ അത്. നമ്മളിപ്പം പറയുന്നു രാജാവിനെ ആ രാജാവ് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ? പിന്നെ തെളിയിക്ക്, പ്രൂഫ് ഇതാ. അത് നമ്മുടെ ജോലിയല്ല തെളിയിക്കാന്. എന്നാ പിന്നെ ഞാൻ കാര്യം ചോദിക്കണം. അപ്പൊ നമ്മുടെ പഴയ ട്രാവൻകൂർ കിങ്സ് അന്ന് പണ്ട് ബ്രസ്റ്റ് ടാക്സ് എന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ചരിത്രം നമ്മൾ പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പല കാര്യങ്ങളും പല ആളുകൾ ചെയ്തിട്ടുണ്ട്. അതേ സാധനമാണല്ലോ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നത്. അതേ കാര്യങ്ങളാണല്ലോ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇപ്പോഴും അത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. രണ്ട് ഇന്ത്യകൾ തമ്മിലുള്ള ഡീല്, അവര് തമ്മിൽ എന്തോ ഡീൽ ചെയ്തു. അതിന് പകരം ഇപ്പൊ നമ്മൾ പോയി കടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വാട്ട് ഇസ് ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. ഇതേ സെയിം ഞാൻ പറഞ്ഞ പുട്ടിന്റെ സെയിം പ്രശ്നം അവിടെയാണ്. പണ്ട് പുള്ളി KGB ഏജന്റ് ഇരിക്കുന്ന സമയത്താണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്. ഞാൻ പല ഡോക്യുമെന്ററി കണ്ടിട്ടു. പുള്ളി ഇവിടുന്ന് ആ സമയത്ത് എനിക്കൊന്ന് ഈസ്റ്റ് യൂറോപ്പിൽ എവിടെ പോസ്റ്റഡ് ആയിരുന്നു. പുള്ളി മോസ്കോയിൽ വിളിച്ച് ചോദിക്കുന്നു വാട്ട് ഷുഡ് ഐ ഡു എന്ന് പറയുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു ആ സമയത്ത്. ഹി വാസ് ട്രൈങ് ടു കോൾ. ആ ഉള്ളിലുള്ള പുള്ളിക്ക് ആ ദേഷ്യവും വെറുപ്പും അതെല്ലാം വിടുക. നമ്മൾ നോക്കേണ്ടത്, നമ്മളിപ്പോ വാറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വാർ മോങ്കറേഴ്സ് ഇൻ ദ വേൾഡ് ഏതൊക്കെ രാജ്യങ്ങളാണ് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്യുക. കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അവിടെ അമേരിക്കയ്ക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്. അത് എന്താ ആരും കാറ്റഗറൈസ് ചെയ്യാത്തത്? ആ അമേരിക്കയാണ് ഈ നാറ്റോ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ലോകം എങ്ങനെ പീസ്ഫുൾ ആവും? ഇറ്റ് വിൽ ബി ഫുൾ ഓഫ് വാർസ്. വാർ ലോഡ് ഈസ് റണ്ണിങ് നാറ്റോ. അതിന്റെ ഇടയിൽ പുട്ടുകച്ചവടം ഉണ്ടേ. ആംസിന്റെ എല്ലാ ഡീലിങ്സ് അവരുടെ അടുത്താണ് പോകുന്നത്. നാറ്റോ കൺട്രീസിന് ഈ ആംസ് ഒക്കെ കൊടുക്കുന്നത് ആരാ? ഇറ്റ് ഈസ് देयर ബിസിനസ്. വാറും അടിയിൽ ജിയോ പൊളിറ്റിക്സും. യു സീ ഹൗ ദ ടർഫ് ഈസ് ഫോം. ഓക്കെ, US എന്തുകൊണ്ട് വാറിൽ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു? പ്രൈവറ്റ് എന്റർപ്രൈസസ് ആർ റണ്ണിങ് ദ ബിസിനസ്. നമ്മൾ വെപ്പൺസ് ഉണ്ടാക്കുന്നു. എന്താ ചുമ്മാ വെറുതെ എന്താ പറയാ ഡിസ്പ്ലേക്കല്ലോ. ബിക്കോസ് അവരുടെ മെയിൻ ബിസിനസ് ഇതാണല്ലോ. മെയിൻ ബിസിനസ് ഈസ് വാർ. ഇന്ത്യൻ ഡിഫൻസ്, നമ്മുടെ ഇന്ത്യൻ വെപ്പൺസിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. സ്പേസ് പ്രോഗ്രാം, നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് സ്പേസ് പ്രോഗ്രാം എന്തുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് വരുന്നു? പ്രൈവറ്റൈസേഷൻ കാരണമാണ്. നമുക്ക് ആദ്യത്തെ ക്രയോജനിക് എഞ്ചിൻ ആരാ നമുക്ക് തന്നത്? ക്രയോജനിക് എഞ്ചിൻ ആരാ തന്നത്?
തന്നത് എവിടെ? സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ സമയത്ത് പൈസ ഇല്ലാത്തപ്പോ അത് തന്നു, അത്രേ ഉള്ളൂ. നമ്മൾ പൈസ So, കൊടുത്ത് അരുൺ, വാങ്ങിച്ചു, ഈ അല്ല അരുണിന്റെ നമ്മൾ ആരും ചോദ്യത്തിനോട് കൊള്ളയടിച്ചിട്ടല്ല. നമുക്ക് അരുണിന്റെ നമുക്ക് ചോദ്യത്തിനോട് ഫൈറ്റർ ജെറ്റ്സ് തന്നത് ആരാ? എടാ അരുണിന്റെ ശരിയാ, ഫൈറ്റർ ജെറ്റ്സ് ആര് തന്നു? അതിനോടുള്ളൊരു ആര് ചോദ്യം തന്നു? ഞാൻ ചോദിക്കുന്നു. ഇപ്പൊ So, ഇപ്പൊ ആര് നമുക്ക് തരുന്നു? നമുക്കെതിരെ ഈ പ്രോക്സി വാർസ് തുടങ്ങിയത് ആരാ? നമ്മുടെ രാജ്യത്തിനെതിരെ പ്രോക്സി വാർസ് സ്റ്റാർട്ട് ചെയ്തത് ആരാ? എല്ലാം ഒരേ ആരാ? ഒരു പറ. രാജ്യമാണ്. നീ ആരാന്ന് പറയുന്നത്? നീ പറ, ആരാണെന്ന് പറ. അറിയാലോ, അത് നിങ്ങൾ ഊഹിച്ചോ, താഴെ കമന്റിൽ ഇട്ടാ മതി. നിങ്ങൾ അറിയാമെന്ന് അതിനെ നിങ്ങൾ പറഞ്ഞു. എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കൺട്രി ഉണ്ട്. ആ കൺട്രിയാണ് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ആ കൺട്രി തന്നെയാണ് ഇത് മൊത്തം ഡ്രൈവ് ചെയ്യുന്നത്. ബിക്കോസ് ദേ വോണ്ട് ടു സെൽ ദെയർ ആംസ് ടു എവറിബഡി ഇൻ ദ വേൾഡ്. Of course it is, because it's a private industry. അപ്പൊ അവരുടെ സെക്കൻഡ് ഹാൻഡ് War is a business. അവരെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അവരിവിടെ എല്ലാം വിറ്റഴിക്കും. ദെൻ ദേ വിൽ സ്റ്റാർട്ട് ദെയർ നെക്സ്റ്റ് ജെൻ സാധനങ്ങൾ. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഡിഫൻസ് സ്പേസ്, ഞാൻ അതാ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് പോയിന്റ് നീ കേൾക്കാത്തത്. ഇന്ത്യൻ ഡിഫൻസും നമ്മുടെ സ്പേസ് പ്രോഗ്രാം എന്തുകൊണ്ട് ഒരുപാട് പ്രൈവറ്റൈസേഷൻ കാരണം. നമ്മളിപ്പോ സ്കൈ റൂട്ട് എന്നൊരു കമ്പനിയുണ്ട്, നമ്മുടെ ISROനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ? സ്പേസ് എന്ന് പറയുമ്പോൾ സ്കൈ റൂട്ട് എന്നൊരു കമ്പനിയെ പറ്റി കേട്ടിട്ടുണ്ടോ? വിച്ച് ഇസ് എ പ്രൈവറ്റ്, നമ്മുടെ ഇലോൺ മസ്കിന്റെ മറ്റേ സ്പേസ് എക്സ് പോലെ ഇവിടെ സ്കൈ റൂട്ട് എന്നൊരു വലിയ ഫെസിലിറ്റി ഹൈദരാബാദിൽ സെറ്റ് ചെയ്തു. ദേ ആർ എക്സ്പാൻഡിങ് മാസിവ്ലി. ഇറ്റ്സ് എ പ്രൈവറ്റ് സ്പേസ് റിലേറ്റഡ് കമ്പനി. പിന്നെ നമ്മുടെ റഫേൽ ഫൈറ്റേഴ്സ് ഉണ്ടാക്കുന്ന HAL ആണോ ബിൽഡ് ചെയ്യുന്നത്? അല്ലല്ലോ, ഇറ്റ് ഇസ് എ പ്രൈവറ്റ് സെക്ടർ. ബാംഗ്ലൂർ തന്നെ നോക്കിയാൽ തന്നെ ഒരുപാട് പ്രൈവറ്റ് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ ബാംഗ്ലൂരിൽ ഈ കമ്പനീസ് ഈ വെപ്പൺ സിസ്റ്റം എല്ലാം ഉണ്ടാക്കി. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു മിസൈൽ വീണപ്പോൾ ഒരു ബാംഗ്ലൂർ ഒരു ടെക് കമ്പനിയുടെ പേരും അവർ ഭയങ്കര ഫേമസ് ആയ പേരുമുണ്ട്. ഇങ്ങനെ കുറെ കമ്പനീസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് അവർ ആർക്കാ വിൽക്കുന്നത്? ടു ദ ഡിഫൻസ്. അപ്പൊ ഈ ഡിഫൻസ് ചുമ്മാ ഇങ്ങനെ ഷോക്കേസിൽ ഇങ്ങനെ വെക്കാനാണ്. വി വിൽ യൂസ് ഇറ്റ്. ഇപ്പൊ ഇന്ത്യക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ലിവറേജ് ഓഫ് പവർ എത്തിയിട്ടില്ല. US is way ahead than us. So they will use it, they will test it, they will take part in wars, they will supply to Ukraine. അതെല്ലാം war is a business എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്നും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ബിസിനസ്. യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് വീണ്ടും തിരിച്ചെത്തി. വാർ ഈസ് എ ബിസിനസ്. പുട്ട് കച്ചവടമാണ് മോർ ഇമ്പോർട്ടന്റ് ദാൻ കറക്റ്റ്. കച്ചവടമാണ് ബിസിനസ്. എവറിത്തിങ് ഇസ് അബൌട്ട് ബിസിനസ്. അല്ല ചുമ്മാ കുറെ മിസൈലും ബുള്ളറ്റും ഗണ്ണും ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ഐ തിങ്ക് അദാനിയാണോ റിലയൻസ് ആണോ? വിനോദ്, നീ ഇപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞു. വിനോദ്, യു സെഡ് ഇറ്റ് ഈസ് എ ബിസിനസ്. വിനോദ്, യു സെഡ് ഇറ്റ്സ് എ ബിസിനസ്. എടാ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ സെയിം പറഞ്ഞ റിലയൻസോ ഐ കാൻ റിമെമ്പർ, ഐ തിങ്ക് ഇറ്റ് ഇസ് റിലയൻസ്. അവർ നല്ല മോസ്റ്റ് മോഡേൺ ഗൺസ് ഇപ്പൊ അവർ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടുണ്ടാക്കി? ഇന്ത്യൻ ഗവൺമെന്റ് അത് പ്രൈവറ്റൈസ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ആ ഇൻസാസ് റൈഫിളിൽ കടന്നേനെ. അവരുടെ വെപ്പൻസ് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ഇസ് ചേഞ്ചിങ് അലോട്ട്. ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് സോ മച്ച്. അത് എന്തുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റൈസേഷൻ കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, കൊളാബറേറ്റ് വിത്ത് അതർ കൺട്രീസ്. അവരിവിടെ സെറ്റപ്പ് ചെയ്യുന്നു, R&D സെന്റേഴ്സ് ബിൽഡ് ചെയ്യുന്നു. ലോട്ട് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ്. സിമ്പിൾ ബാംഗ്ലൂർ ഹൈദരാബാദ് ഏരിയ എടുത്ത് ലോട്ട് ഓഫ് ഡിഫറെന്റ് കൊളാബറേഷൻസ് ഹാപ്പനിങ്. പക്ഷെ ഒന്നും പബ്ലിസിറ്റി ചെയ്യത്തില്ല, എല്ലാം ക്വയറ്റ് ആയിട്ട് മിണ്ടാതെ ചെയ്യുന്നു. എവിടെയെങ്കിലൊക്കെ ഇതുപോലെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു റോക്കറ്റ് വീണ് അവിടുത്തെ ആ ഒരു നെയിം പ്ലേറ്റ് കാണുമ്പോൾ ഓ ഇന്ന കമ്പനി ഇതായിരുന്നു ചെയ്യുന്നത്, അങ്ങനെയാണ് മനസ്സിലാവുന്നത്. സോ എവരിവൺ ഈസ് ഡൂയിങ് ബിസിനസ്. നമുക്ക് ഈ കമ്പനിയുടെ പേരെല്ലാം കൊടുത്തിട്ട് അതിന്റെ സ്റ്റോക്ക് വാങ്ങിക്കാൻ പറഞ്ഞാലോ? നമ്മുടെ പ്രൊഫൈൽ തന്നെ ബിസിനസ് എടുത്താലുണ്ടല്ലോ. ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ടെ ശ്രീ, ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ട് ശ്രീ, ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. ഞാൻ തരാം. എനിക്ക് ഒരു മിനിറ്റ് തരൂ പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞത് ശ്രീ, ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ എപ്പോഴും നീ പറഞ്ഞ സ്റ്റോക്ക് കൂടി നിൽക്കുന്ന പറഞ്ഞാൽ ഡിഫൻസ് ഒരിക്കലും താഴെ പോകത്തില്ല. ഡിഫൻസ് സ്റ്റോക്സ്, പിന്നെ ഫാർമസ്യൂട്ടിക്കൽ, ഇത് ഒരിക്കലും താഴെ പോകത്തില്ല. പിന്നെ ഫുഡ്. ഈ 3 ബേസിക് തിങ് ഹ്യൂമൻ ബീങ്സിന്റെ ബിസിനസ്സിൽ എപ്പോഴും ഇറ്റ് വിൽ ഓൾവേസ് ഗോ അപ്പ്. ബിക്കോസ് നമുക്ക് എപ്പോഴും ഫുഡ് വേണം, വി നീഡ് മെഡിസിൻസ് ആൻഡ് വി നീഡ് ടു ഓൾവേസ് ഫൈറ്റ്. ഈ 3 സ്റ്റോക്സ് നമ്മൾ ഗ്ലോബലി എടുത്തു കഴിഞ്ഞാൽ എവിടെ എടുത്താലും their stocks will be always high. കുറച്ച് ഡ്രോപ്പ് വന്നാലും it will always stay that certain standard. Okay, now Arun, please go. ഇപ്പൊ തോംസന് ആൻസർ കിട്ടിയോ? യുക്രൈൻ റഷ്യ വാറിന്റെ റീസൺ എന്ന് പറയുന്നത് റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ബിസിനസ്. ബിസിനസ് ഈസ് ഹാപ്പനിങ് ദേർ. അമേരിക്ക ഈസ് സെല്ലിംഗ് ദേർ വെപ്പൺസ്. ബിസിനസ് ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. ഐ അഗ്രി. പക്ഷെ ആര് തുടങ്ങി വെച്ചു, ആര് സ്റ്റാർട്ട് ചെയ്തു? It is a fakely driven. It is a
it's a manipulated and created need. അല്ലാതെ ആരുടെ അതാ ഭൂമിയിൽ പറഞ്ഞ ആ ആവശ്യം ബിസിനസിന്റെ ക്രിയേറ്റഡ് നീഡാണത്. കറക്റ്റ് ആണ്, ബിസിനസിന്റെ ക്രിയേറ്റഡ് നീഡ്. മനസ്സിലായി. അതിന്റെ അകത്ത് പൊട്ടന്മാരാരാ? റെസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. അതെ, അവിടെ ഇന്നസെൻസ് വിനോദ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈവൻ ഫാർമസ്യൂട്ടിക്കൽ നമ്മൾ ടച്ച് ചെയ്താൽ ഇന്ന് ലോകത്ത് നടക്കുന്ന പല അസുഖങ്ങളും ഈസ് മാനുഫാക്ചേർഡ്. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് സംഭവങ്ങളാണ്. അന്നേരം ആ സെയിം ഐഡിയോളജിയാണ് വാറിലും ഉള്ളത്. ലൈക്ക് ഇപ്പൊ നോക്കിക്കേ, ഈ ഭൂമിയിൽ ലോകത്ത് there are so many countries who are not interested in war. But there are some countries which has war. അന്നേരം ആ കൺട്രിയുടെ വീക്ക്നെസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ they are sending their weapons. അന്നേരം ഞാൻ ആരോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം പറയാൻ, സ്വിറ്റ്സർലൻഡ് ഈസ് എ ന്യൂട്രൽ കൺട്രി. അവർക്ക് വെപ്പണും വേണ്ട, വാറും വേണ്ട, ഒന്നും വേണ്ട. I mean, അവിടുത്തെ സിറ്റിസൻസിന് ഇതൊന്നും വേണ്ട. One of the beautiful countries in the world. I mean, I went there. Beautiful infrastructure, quality of life amazing. I mean, so their neighboring countries, there is no need. Neighboring countries, exactly. They are landlocked countries. അവർക്ക് പേടിയില്ല അവരെ അറ്റാക്ക് ചെയ്യുമെന്ന്. അവർക്ക് സീ എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. They are landlocked in every side. So അവരുടെ neighboring countries they are peaceful ones. അരുണേ, പണ്ട് പീസ്ഫുൾ അല്ലായിരുന്നു. ജർമ്മനിയൊക്കെ അടുത്തുള്ളതാ. അതെ, അവര് നേറ്റോയിലില്ല, അവര് യൂറോപ്യൻ യൂണിയനിലില്ല. അവർക്ക് സ്വന്തം കറൻസിയാ സ്വിസ് ഫ്രാങ്ക്. അന്നേരം ഇതിന്റെ അകത്ത് നമ്മൾ ഈ പേടി അല്ലെങ്കിൽ ഈ ഫിയർ വരുത്തിരിക്കുന്ന എല്ലാം ഈസ് മാനുഫാക്ചേർഡ്. Like you can live without any of these things if you choose to. പക്ഷെ നമ്മളെ ഇവരൊന്ന് അടിച്ചു പൊട്ടിക്കും, നമ്മുടെ പറമ്പ് പോകും, ഇയാൾ വന്ന് നമ്മുടെ അതൊരു മാന്തും. ഇതെല്ലാം ഈസ് സംടൈംസ് എക്സാജറേറ്റഡ്, എസ്കലേറ്റഡ് ടു എ പോയിന്റ് വേർ ഒരു ഇൻഡോക്ട്രിനേഷൻ പോലെ സംഭവിക്കുന്നതുകൊണ്ട് വി ആർ ഓൾ കോട്ട് അപ്പ് ഇൻ ഇറ്റ്. കറക്റ്റ്. ബിക്കോസ് വിനോദ് ഒരു മിനിറ്റ്, അത് നമുക്ക് ഈ റഷ്യയും ഈ സ്വിറ്റ്സർലാൻഡ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. റഷ്യക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. ബിക്കോസ് എത്ര പേരെ അവരെ കൊന്നൊടുക്കിയെന്ന് അറിയാമല്ലോ വേൾഡ് വാർസിൽ. സോ ദേ നീഡ് ടു ബി പ്രിപ്പയർഡ്. അവരെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് ഇസ്രായേലിന് ഒരു മിനിറ്റ് പോലും ദേ കനോട്ട് തിങ്ക് ദാറ്റ് ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ദേ ക്യാൻ സർവൈവ് എന്ന്. ദേ കനോട്ട് തിങ്ക് ദാറ്റ്. ദേ ഹാവ് ടു ബി പ്രിപ്പയർഡ്. ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദംസെൽസ്. ദേ ഹാവ് ടു പ്രോബബ്ലി അറ്റാക്ക് അതർ കൺട്രീസ് ബിഫോർ ദേ അറ്റാക്ക് ദം. സോ അത് ഓരോരുത്തരുടെയും ആ ഒരു നെസസിറ്റിയാണ്. അപ്പൊ അത് ഒരു കൺട്രിക്ക് അങ്ങനെ പറ്റുമായിരിക്കാം, ബട്ട് അതർ കൺട്രീസ് ഇസ് നോട്ട് പോസിബിൾ. സോ അന്നേരം പക്ഷേ റഷ്യക്ക് cannot say they are on the same boat as Israel. Israel has a threat from a country which has an ideological interest to destroy someone. പക്ഷേ Russia didn't have such a threat. റഷ്യക്ക് ഉള്ള ത്രെറ്റ് റഷ്യയുടെ ചുറ്റും ഉള്ള എല്ലാ സ്ഥലങ്ങളിലും നാറ്റോ ബേസ് വന്നു കഴിഞ്ഞു. നാറ്റോ ബേസ് മീൻസ് ഹൂ ഈസ് കൺട്രോളിംഗ് ദി നാറ്റോ. നാറ്റോ ബേസ് വന്നോട്ടെ, അതെല്ലാം പീസ് ലവിംഗ് കൺട്രീസ് ആണ്. അത് പീസ് ലവിംഗ് കൺട്രീസ് ആണെങ്കിൽ നാറ്റോയെ കൺട്രോൾ ചെയ്യുന്ന ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഹൂ ഈസ് കൺട്രോളിംഗ് നാറ്റോ? ആരുടെ ഫിയർ ആണ്? നീ ഇത് ആരുടെ ഫിയർ? അതായത് മറ്റേ വിനോദേ, എത്രയും വലിയൊരു ഇതാണെന്നുണ്ടെങ്കിൽ ഈ നേറ്റോ ക്യാമ്പയിൻ എന്തിനാ നടത്തിയത്? അവര് പണ്ടാ മറ്റേ പീസ് ലവിംഗ് ആണെങ്കിൽ എന്തിനാ നാറ്റോ? ഒരു യൂറോ അതെ, പീസ് ലവിംഗ് കൺട്രീസിനെല്ലാം പോയി നേറ്റോ വിളിക്കേണ്ട ആവശ്യം എന്താ? അവര് പീസ് ലവിംഗ് ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. ഈ യൂറോപ്പ് ഈസ്റ്റേൺ യൂറോപ്പും ബ്രിക്സ് is purely economical, right? It's not military. It's not military. See, BRICS there are so many other military alliance അങ്ങനെയില്ല. ബ്രിക്സിന്റെ എക്സാമ്പിൾ പറഞ്ഞു. There is a five eye alliances ഉണ്ട്. Correct, big five. Yeah, correct. അതൊരു military alliance ആണ്. Five eyes. Yeah. പിന്നെ UK, ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ വേറൊരു അലയൻസ് ഉണ്ട്. അതൊക്കെ but these alliances are not for fighting war. These alliances are just for sharing intelligence and all. If weapons are involved, if weapons and exercise are involved, then it is
എടാ ബ്രിക്സ് പോലും പക്ഷെ എന്തുകൊണ്ട് ഒരു സക്സസ്ഫുൾ പക്ഷെ ആവാത്തത് ഈ ചൈന ഒരു ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നാറ്റോ അല്ലാതെ വേറെ ഏതൊരു അലയൻസ് ആണ് ഒരു വാറിന് പോയിട്ടുള്ളത്? ടെൽ മീ വൺ എടാ അലയൻസ് എടാ that went for അതെന്തുകൊണ്ട് war. എടാ നേറ്റോയും ഇപ്പൊ നമ്മൾ ഈ ബ്രിക്സ് എന്തുകൊണ്ട് നേറ്റോ പോലെ ആവാത്ത എന്തുകൊണ്ടാണ്? ആ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ട്രസ്റ്റ് ഇല്ല. ബ്രിക്സ് പോലും കറൻസി ഒരു യുണൈറ്റഡ് കറൻസി നമ്മുടെ യൂറോപ്യൻ യൂറോ പോലെ ഒരു കറൻസി തുടങ്ങാന്നുള്ള പ്ലാൻ ഇട്ടു. അതിനകത്ത് ഇന്ത്യ അതിനകത്ത് അഗ്രി ചെയ്യുന്നില്ല. എന്താന്ന് പറഞ്ഞാൽ ചൈന ആയിരിക്കും അവിടെ ഡോമിനേറ്റ് എടാ ചെയ്യുന്നത്. അത് എക്കണോമിക്കിലോട്ട് പോകുന്നത് ബാങ്ക് ഉണ്ട്, നമ്മള് IMF പോലെ. വാറിലോട്ട് തിരിച്ചു വരാം. അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ നേറ്റോ, നീ പറഞ്ഞ നേറ്റോന്റെ ആ പോയിന്റിലേക്ക് കൊണ്ടുവരുവാണ്. ഈ ബ്രിക്സിന് ബാങ്ക് ഉണ്ട് സ്വന്തമായിട്ട്. അത് എന്തുകൊണ്ട് സക്സസ്ഫുൾ ആവുന്നില്ല? നേറ്റോയും പിന്നെ ബ്രിക്സും ഇവരെല്ലാം കമ്പയർ ചെയ്യാൻ ചേർന്ന് പറ്റത്തില്ല. military- നേറ്റോ ആൻഡ് ബ്രിക്സ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് എടാ, തിങ്. അത് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? എടാ നേറ്റോ എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് എ മിലിറ്ററി collaboration, everyone അലയൻസ്. together. നോ, ഇറ്റ്സ് എ മിലിറ്ററി അലയൻസ്. Together for what? War. എടാ, together for Together what? for എന്ത് war. purpose Together ആണ് for അത് war. വന്നത്? ടുഗദർ ഫോർ വാർ. ബ്രിക്സിൽ എന്തുകൊണ്ട് മിലിറ്ററി അലയൻസ് വരാത്തത്? എന്തുകൊണ്ടാണ് മിലിറ്ററി അലയൻസ് എന്തുകൊണ്ട് വരാത്തത്? നമുക്ക് ചൈനീസിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവരോട് അല്ല, നമ്മളത് മിലിറ്ററിക്ക് വേണ്ടി തുടങ്ങിയതല്ല. ദാറ്റ് ഈസ് ഫോർ എക്കണോമി പ്രോസ്പെരിറ്റി. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് സംതിങ്. ഞാൻ അതാ പറഞ്ഞു, നീ പോയിന്റ് മിസ് ആവുന്നത്. ബ്രിക്സ് ഒരു എക്കണോമിക് ഇതായിട്ട് തുടങ്ങി, പിന്നെ അവർക്ക് ബാങ്ക് ഉണ്ട്, ബ്രിക്സിന് ഒരു ബാങ്ക് ഉണ്ട്, അതറിയാം. അതെല്ലാം ഉണ്ട്. ബ്രിക്സ് ക്യാൻ നെവർ ബി എ മിലിറ്ററി അലയൻസ്. അതിനുള്ള സ്കേലബിലിറ്റി ഇല്ല. ബ്രിക്സിന്റെ പ്ലാനിൽ കറൻസി, യുണൈറ്റഡ് കറൻസി, ഇവരെല്ലാം മെമ്പേഴ്സ് അതുകൊണ്ട് അത് എന്താ പറയാ, അത് പോയിന്റ് മാറിപ്പോവുകയാണ്. യു ആർ ഗോയിങ് അവേ ഫ്രം ദ പോയിന്റ്. അതിന്റെ അതിന്റെ നെക്സ്റ്റ് പോയിന്റ് കിടക്കുന്ന ഡിഫൻസ് അലയൻസ് അതിനകത്തുണ്ട്. ബട്ട് ഇന്ത്യ ആൻഡ് ചൈന കനോട്ട് ട്രസ്റ്റ് ഈച്ച് അതർ. ഇവരെല്ലാം അങ്ങോട്ട് തമ്മിൽ ട്രസ്റ്റ് ഇല്ല. വേറെ യൂറോപ്യൻ നേഷൻസ് ദേ ഹാവ് എ ജനറൽ ഓവർ ദി ഇയേഴ്സ് അവർ തമ്മിൽ വർക്ക് ചെയ്ത് എസ്പെഷ്യലി സെക്കൻഡ് വേൾഡ് വാറിൽ അവർക്ക് റിയലൈസേഷൻ പഴയ യൂറോപ്യൻസ് അല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് ട്രസ്റ്റ്. Why is UN It become is a purely joke? trust. You don't know the NATO system, that's why. Yeah. Why did UN become a joke? Because UN was also formed as a defense alliance. അതായത് ഫ്യൂച്ചർ വാർ പ്രിവെന്റ് ചെയ്യാൻ UN തുടങ്ങിയത്. അന്നേരം ഇതിന്റെ അകത്ത് റഷ്യയുടെ സ്വഭാവവും ചൈനയുടെ സ്വഭാവവും എല്ലാം ഇവര് ഈ UN മീറ്റിംഗ് വരുമ്പം കണ്ടിട്ടുണ്ടാവും. UN മീറ്റിംഗില് UN ഡ്രൈവ് ചെയ്യുന്നത് അമേരിക്ക ഇസ് ദെയർ. അമേരിക്ക ഇസ് ഗോയിങ് ഓൺ വാർ വിത്ത് അതർ കൺട്രീസ്. ദെൻ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പോയ കുഴപ്പം? വാട്ട് ഇസ് ദ പ്രോബ്ലം ഇൻ അവേഴ്സ് ഗോയിങ് ഓൺ? I think you're missing the point. US is not going for a war. US തുടങ്ങിയ US എന്തിനാ ഇറാഖിലെ വാറിന് പോയത്? US എന്തിനാ ഇറാഖിലെ വാറിന് പോയത്? കുവൈറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ, കുവൈറ്റ് ചോദിച്ചുകൊണ്ട്. പിന്നെ അഫ്ഗാനിൽ എന്തിനാ വാറിന് പോയത്? Kuwait had US had a base in Kuwait, oil base, whatever. അത് പ്രൊട്ടക്ട് ചെയ്യാൻ പോയതാ. അതന്നെ, അവർക്കപ്പോ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി അവർക്ക് പോവാം. അവർക്ക് അവിടെ ഓയിൽ കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവിടെ ഷെൽ ഓയിൽ ഇല്ലേ? Then why they want to fight a war here? I think this is missing the point. Like going to war as an instigator and a defender is two different things. And even Americans question that. Defender is the narrative. നമ്മൾ കേൾക്കുന്ന narrative ആണ്. Under the hood it is only business. So are you saying Kuwait was attacked by US and not Iraq? What is the narrative? Narrative is the truth, right? Who started the war? എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ട്. അരുണ്, നീ അവിടെ മിസ്സായി പോകുന്ന അമേരിക്കൻസ് ടിൽ ടുഡേ ദേ ക്വസ്റ്റ്യൻ ആ വാർ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഖത്തറിനെ അറ്റാക്ക് ചെയ്തു ഇസ്രായേൽ. അമേരിക്ക എന്തെങ്കിലും ചെയ്തോ? എവിടെ അറ്റാക്ക് ചെയ്തു? ഖത്തറിലെ മിസൈൽ ഇട്ടില്ലേ ഇസ്രായേൽ? ആരുടെ മണ്ടിലിട്ടു? ആരുടെ മണ്ടിലിട്ടാലും ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തോ? അല്ല, അമേരിക്ക മണ്ടിലിട്ടു. ഒരു രാജ്യത്തിന് എതിരെ മിസൈൽ ഉപയോഗിച്ചു. You answered the question, my friend. ആരുടെ മണ്ടയിൽ? ഒരു ന്യൂസ് ഏജൻസിയുടെ മുകളിലാണ് പോയി വീണത്. അല്ല, നീ തെറ്റിപ്പോയി. ന്യൂസ് ഏജൻസിയുടെ മുകളിൽ വീണത് ഹമാസിന്റെ സെൻട്രലാണ്. ഹമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണെങ്കിൽ ഖത്തറിലെ ഹമാസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവർ അതിനെ അറ്റാക്ക് ചെയ്യുന്നില്ല? യുഎസ് അല്ല, എന്തുകൊണ്ട് അവിടെ ബോംബ് ഇട്ടെന്ന് പറഞ്ഞാൽ ഹമാസ് അഗ്രി ചെയ്യുന്നില്ല. ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കാത്തതുകൊണ്ട് അമേരിക്കയുടെ അറിവില്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ അല്ലേ? ഒത്തിരി പൊളിറ്റിക്സ് ഉണ്ട്. നമ്മുടെ ഈ ഗൾഫ് കൺട്രീസിന്റെ കാര്യം ചിന്തിച്ചാൽ ഗൾഫ് കൺട്രീസിലെ ഷെയ്ഖ്സ് പറയും
Saudi Sheikh, Dubai Sheikh, none of these people want anything to do with Qatar. Exactly. അതെ. Why is that? Why is Because that? Qatar has got its own agenda. Exactly. ശരിയാ. അവർക്ക് അപ്പൊ None of the ഹമാസിന്റെ Arab countries actually are in good terms with Qatar. എക്സാക്ട്ലി. അതെ. സോ അങ്ങനെ ഖത്താർ ഹമാസിനെ വെച്ചോണ്ടിരിക്കുന്നത് അത് വേറൊരു കഥയാണ്. ദാറ്റ് ഇസ് സോ നമുക്കത് അടുത്ത അതെ. പോഡ്കാസ്റ്റ് ഈ അത് അടുത്ത എടാ പക്ഷെ അത് മാത്രമല്ല, ഈ പറഞ്ഞ ഹമാസ് തന്നെ നമ്മുടെ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഈ എലിറ്റിയും മറ്റൊരു ഹിസ്ബുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ട് അവരായിട്ട് തമ്മിൽ അലയൻസ് ഉണ്ട്. അവർ തമ്മിൽ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട് ദോഹയിൽ. നമ്മൾ ഒരിക്കലും ഹമാസിനെ അവിടെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. അവിടെ കൊണ്ട് ബോംബിട്ടെന്ന് പറഞ്ഞാൽ അത് ഇന്ന് ബോംബിട്ട് അവര് ഇസ്രായേലി സാധാരണ ബോംബിട്ട് അവർ തീർത്തിട്ടേ പോകത്തുള്ളൂ. ആ ബിൽഡിംഗ് മൊത്തം തകർത്തൊന്നുമില്ല. അവർ ഒറ്റൊരു മിസൈൽ ഇട്ടിട്ട് അവർ പോയി, ഒരു വാർണിംഗ് പോലെ കൊടുത്തു. Then next few days ഖത്തർ എന്നെ ഫോഴ്സ് ചെയ്തു, ഹമാസ് നെഗോഷിയേറ്റ്, യു ഹാവ് ടു റിട്ടേൺ ദ what you call the hostages. ഇപ്പോഴും till the state as we are talking now 3 dead bodies they haven't returned till now. ഈ ഡെഡ് ബോഡീസ് ഹോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? അതെല്ലാം ഇറ്റ് ഇസ് ഓൾ ഗെയിം. മനസ്സിലായില്ലേ? അതെല്ലാം എല്ലാവരുടെ ഒരു കളി അതിനകത്തുണ്ട്. സോ വാർ ഇസ് നോട്ട് സംതിങ് വി ഓൾ സപ്പോർട്ട്. നമ്മൾ ആരും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇറ്റ് ഇസ് എ ഡേർട്ടി ഗെയിം. ഒരുപാട് പേര് പല മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. But I think we can come to an end, right, in our discussion on this. ഒരു പോയിന്റ് പറയുന്നത്. സോ ഞാനിതൊരു ബുക്കിൽ എവിടെ വായിച്ചതാണ്. സി, war was a necessity thousands of years ago, centuries ago. നമ്മുടെ ഹ്യൂമൻ DNA തന്നെ ഉള്ളതാണ് പോയി ഫൈറ്റ് ചെയ്ത് wait for food or survival, everything that was part of the human DNA. പക്ഷേ evolution has happened. Okay, evolution. So we have socially evolved into people, peace-loving people. With there is technology, there is abundance of food, there is abundance of luxury, comfort. But there is a group of people who hasn't evolved in the same way. No, there's a group of people who hasn't socially evolved like the rest of the population has. അത് അവരുടെ ലിമിറ്റേഷൻ ആകാതിരിക്കാം, അവരുടെ ഇന്റലക്ച്വൽ ലിമിറ്റേഷൻ ആകാതിരിക്കാം. പക്ഷെ a lot of the people in the world has socially evolved. There is no need for war. There is abundance of food. There is abundance of resource in the world. There is enough for all of us to live peacefully. Because the greed and ego will never go from human mind. എന്തായാലും യുദ്ധം എന്നുള്ളത് ഒരു എന്താ പറയാ, ഇത് നമ്മളിപ്പം ഈ നമ്മുടെ ഡിസ്കഷനിലും ഒരു അവസാനം എത്താത്ത ഒരു സംഭവം ആയിരിക്കും. അത് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ യുദ്ധം നടക്കുന്നിടത്തെല്ലാം വേഗം ഒന്ന് അവസാനിക്കട്ടെ എന്നുള്ള ശുഭാശംസ. ലോക സമസ്ത സുഖനോ ഭവന്തു. അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ കമന്റും കൂടെ ചെയ്യുക. താങ്ക് യു. Thank you guys. Bye bye. Thank you.